Hello my dear students, welcome to Vedanthu's Malayalam channel. ഒരിക്കൽ കൂടെ വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം, സത് ശ്രീ അകാൽ, വണക്കം. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. മൈ ഡിയർ സ്റ്റുഡൻസ്, കെമിക്കൽ ബോണ്ടിങ്ങിന്റെ മൂന്നാമത്തെ ലെക്ചർ, അതിഗംഭീരമായ മൂന്നാമത്തെ ലെക്ചർ, സംഭവ ബഹുലമായ മൂന്നാമത്തെ ലെക്ചറാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ കുറേ ടെക്നിക്സ് പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ഒരു മോളിക്യൂളിന്റെ ജാതകം എഴുതാൻ തുടങ്ങി അല്ലേ. അതിലുള്ള നമ്പർ ഓഫ് സിഗ്മ ബോൺസ്, നമ്പർ ഓഫ് ലോൺ പെയർസ്, അതിന്റെ ഷേപ്പ്, ഇതെല്ലാം VSEPR തിയറി വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. യെസ് ഓ നോ? നമ്മൾ ബേസിക്കലി സ്റ്റെറിക് നമ്പർ, അതായത് Q+R/2 എന്ന് പറഞ്ഞ നല്ലൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, Q+R/2 കാണാത്തവർ കാണുക, Q+R/2 ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ സിഗ്മ ബോൺസും നമ്പർ ഓഫ് ലോൺ പെയർസും അത് കഴിഞ്ഞിട്ട് ഷേപ്പും കൂടി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ തുടങ്ങിയത്. അത് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. യെസ് ഓ നോ? സ്റ്റെറിക് നമ്പർ 2, സ്റ്റെറിക് നമ്പർ 3, സ്റ്റെറിക് നമ്പർ 4, സ്റ്റെറിക് നമ്പർ 5 വരെ നമ്മളെത്തി. സ്റ്റെറിക് നമ്പർ 5 തന്നെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമ്മൾ കണ്ടു. ട്രയാഗണൽ ബൈപിരമിഡൽ ആണ് അറേഞ്ച്മെന്റ്, അതിൽ ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമ്മൾ കണ്ടു. യെസ് ഓ നോ? ഈ ജാതകം എഴുതിയപ്പോൾ ഡിഫറെന്റ് കോമ്പിനേഷൻസ് അല്ലേ. 5+0 നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 5, നമ്പർ ഓഫ് ലോൺ പെയർസ് 0, 4+1 നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 4, നമ്പർ ഓഫ് ലോൺ പെയർസ് 1 അല്ലേ. അത് കഴിഞ്ഞ് 3+2 നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 3, നമ്പർ ഓഫ് ലോൺ പെയർസ് 2. യെസ് ഓ നോ? അത് കഴിഞ്ഞിട്ട് അടുത്തത് വരാൻ പോകുന്നതാണ് മക്കളെ നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വരാൻ പോകുന്നതാണ് സ്റ്റെറിക് നമ്പർ 5 തന്നെ. സ്റ്റെറിക് നമ്പർ 5 തന്നെ. ഓക്കെ, പക്ഷെ 3 ലോൺ പെയറും 2 സിഗ്മ ബോൺസും, 3 ലോൺ പെയറും 2 സിഗ്മ ബോൺസും. ഓക്കെ, അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും പെന്നും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കും മക്കളെ. എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പുതിയ മക്കളുണ്ടെങ്കിൽ, എൻ്റെ പേര് സുദർശൻ, കെമിസ്ട്രി മാസ്റ്റർ ടീച്ചറാണ് വേദാന്തൂല. കൂടുതൽ നമ്മളെക്കുറിച്ച് അറിയാനായിട്ട്, പുതിയ മക്കൾക്ക് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ പഴയ വീഡിയോസ് കണ്ടാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ലെക്ചേഴ്സും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാം. ഓക്കെ, യെസ് ഓ നോ? ഫൈൻ. അപ്പൊ എല്ലാവരും നോക്കുക, നമ്മളിന്ന് ബേസിക്കലി എന്തിലേക്കാണ് എത്താൻ പോകുന്നത്? സ്റ്റെറിക് നമ്പർ 5. അപ്പൊ എല്ലാവരും നോക്കുക, VSEPR തിയറിയുടെ സ്റ്റെറിക് നമ്പർ 5. ഓക്കെ, സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 5. ഓക്കെ, സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 5 നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന കോമ്പിനേഷൻ എല്ലാവരും നോക്കുക. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് ഇസ് ഈക്വൽ ടു 2, number of lone pairs is equal to 3. Number of sigma bonds is equal to 2, number of lone pairs is equal to 3. ഇതിൽ വരാൻ പോകുന്ന സ്ട്രക്ചർ എന്തായിരിക്കും മൈ ഡിയർ ചാമ്പ്യൻസ്? സ്ട്രക്ചർ വിൽ ബി ലീനിയർ. ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് മറക്കരുത് മൈ ഡിയർ ചാമ്പ്യൻസ്. ഷേപ്പ് വരാൻ പോകുന്നത് ലീനിയർ ഷേപ്പ് ആയിരിക്കും. എല്ലാവരും നോക്കുക, വളരെ സിമ്പിൾ ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. The first example is I3 minus അല്ലെങ്കിൽ ICl2 minus, അല്ലെങ്കിൽ ICl2 minus. ഈ രണ്ടെണ്ണത്തിന്റെ ഷേപ്പ് വരാൻ പോകുന്നത് ലീനിയർ ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ യൂഷ്വൽ ടെക്നിക്ക് കാണാത്തവർ കാണുക. Q+R/2 ടെക്നിക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. N വാല്യൂ എന്താണ്? N വാല്യൂ is equal to total number of valence electrons plus anion charge minus cation charge. Total number of valence electrons of all the atoms in the molecule plus cation charge minus anion charge. അതോ plus anion charge minus cation charge? ഓക്കെ, ആനിയോൺ ചാർജ് ഉണ്ടെങ്കിൽ കൂട്ടുക, കാറ്റോൺ ചാർജ് ഉണ്ടെങ്കിൽ അതേപോലെ കുറയ്ക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയുണ്ട്? ഇത് 3. I3 3 ഹാലജൻസ് ആണ്, ICl2 3 ഹാലജൻസ് ആണ്. സോ ബേസിക്കലി ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇസ് 3 into 7. ഹാലജൻസിൽ 7 ആണ് വാലൻസ് ഇലക്ട്രോൺസ്. പിന്നെ ചാർജ് വരുന്നത് -1 ആണ്. സോ ബേസിക്കലി ഒരെണ്ണം ആഡ് ചെയ്യുക. സോ 3 into 7 21, 22 ആണ് വരുന്നത്. ഇനി എന്താണ് മൈ ഡിയർ ചാമ്പ്യൻസ്? N/8 ചെയ്യുക. N/8 ചെയ്യുമ്പോൾ എന്താണ്? കാണാത്തവർ കഴിഞ്ഞ ക്ലാസ് കാണാൻ മറക്കരുത് മൈ ഡിയർ സ്റ്റുഡൻസ്. N/8 എന്ന് പറയുമ്പോൾ 22 divided by 8 അല്ലെ. 2 വരും ഇവിടെ, 6 വരും ഇവിടെ, 6 വരും അല്ലെ.
Yes or no? Remainder 6, quotient 2. So basically, quotient is nothing but 2. Remainder എത്രയാണ് 6. അപ്പൊ r/2 remainder by 2 എത്രയാണ് 6/2. 6/2 is equal to 3. Quotient is obviously equal to എന്താണ് quotient? It is nothing but the number of sigma bonds. Number of lone pairs ആണ് ഈ r/2. അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ നേരെ തന്നെ നമുക്ക് number of sigma bonds കിട്ടി, number of lone pairs കിട്ടി. Number of sigma bonds number of lone pairs straight away കിട്ടി. Number of sigma bonds number of lone pairs കിട്ടി. Number of sigma bonds number of lone pairs കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് റെഡിയായി. ഷേപ്പ് എന്താണ്? ലീനിയർ ആണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ലീനിയർ ആവുന്നത്? ഞാൻ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. I ഒരു സെൻട്രൽ ആറ്റമാണ്. I3 I സെൻട്രൽ ആറ്റമാണ്. ICl2ലും I3 മൈനസിലും ICl2 മൈനസിലും I സെൻട്രൽ ആറ്റമാണ്. യെസ് ഓർ നോ? ഇനി നോക്കുക, നമുക്കറിയാം 3 ലോൺ പെയർസ് ഉണ്ടെന്ന്. 2+3 അറേഞ്ച്മെന്റ് വരാൻ പോകുന്നത് സ്റ്റെറിക് നമ്പർ 5 ആണെങ്കിൽ അറേഞ്ച്മെന്റ് വരാൻ പോകുന്നത് അറേഞ്ച്മെന്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ പെയർസ്. അറേഞ്ച്മെന്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ പെയർസ് ട്രയാഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും. അറേഞ്ച്മെന്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ പെയർസ് ട്രയാഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും. ഷേപ്പ് എങ്ങനെയാണ് ലീനിയർ ആയത്? അത് ഞാൻ പറഞ്ഞുതരാം. ഈ ട്രയാഗണൽ ബൈ പിരമിഡൽ ജോമെട്രിയിൽ ഞാനൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ലോൺ പെയർസ് എപ്പോഴും ഈക്വിറ്റോറിയൽ പൊസിഷൻസിലായിരിക്കണം. അപ്പൊ ഈ 3 ലോൺ പെയറും ഈക്വിറ്റോറിയൽ പൊസിഷനിൽ ഇടുക. പിന്നെ ഉള്ളത് ഒരു അയഡിൻ ഇവിടെ, ഒരു അയഡിൻ ഇവിടെ. യെസ് ഓർ നോ? ആൻഡ് ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കുക, അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ പെയർസ് ട്രയാഗണൽ ബൈ പിരമിഡൽ ആണ്. ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ബോണ്ട്സ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഈ ലീനിയർ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ലോൺ പെയർസ് ഷേപ്പിൽ കൺസിഡർ ചെയ്യാൻ പാടില്ല. സോ ബേസിക്കലി ദിസ് ഇസ് ലീനിയർ. ICl2 മൈനസും സെയിം ഇത് തന്നെയായിരിക്കും. അയഡിൻ നടുക്കുണ്ടാവും, 2 Cl അപ്പുറത്തുണ്ടാവും. കഴിഞ്ഞു. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? ഫൈൻ. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യോ മൈ ഡിയർ സ്റ്റുഡൻസ്? സിമ്പിൾ ആയിട്ട് കഴിഞ്ഞ ക്ലാസ് കാണാൻ മറന്നവർ കഴിഞ്ഞ ക്ലാസ് ദയവായി കാണുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ Q+R/2 മെത്തേഡൊക്കെ ഡിസ്കസ് ചെയ്താണ് ഓൾറെഡി. Q+R/2 മെത്തേഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്താണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. എല്ലാവരും നോക്കുക. വേറൊരു എക്സാമ്പിൾ തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. ഒരു മിനിറ്റ്. XeF2 എടുക്കാം നമുക്ക്. XeF2 എടുക്കാം നമുക്ക്. ഓക്കെ, XeF2 എടുത്താൽ നമുക്ക് എത്ര n വാല്യൂ എന്തായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? XeF2 എടുത്തു കഴിഞ്ഞാൽ n വാല്യൂ എന്തായിരിക്കും? 22 തന്നെയാണ് വരാൻ പോകുന്നത്. Xeയുടെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 8. ഓക്കെ, ഫ്ലൂറിന്റെ എത്രയാണ്? 7. 7 × 2 14. 14 + 8 22. ഓക്കെ, സോ n/8 എന്താണ്? Q = 2, R/2 = 3. യെസ് ഓർ നോ? സെയിം സ്ട്രക്ചർ തന്നെയാണ് വരാൻ പോകുന്നത്. Xe ഇവിടെ സെൻട്രൽ ആയിട്ട് വരും. ലോൺ പെയർസ് എപ്പോഴും ഈക്വിറ്റോറിയൽ പൊസിഷൻ. മറക്കരുത്, ലോൺ പെയർസ് എപ്പോഴും ഈക്വിറ്റോറിയൽ പൊസിഷൻ. ഒരു F ഇവിടെ, ഒരു F ഇവിടെ. കഴിഞ്ഞു. ഫൈൻ. ദിസ് ഇസ് ദ സ്ട്രക്ചർ. ഗോട്ട് ഇറ്റ്? ഓക്കെ. അടുത്തത് എന്താണ് മക്കളെ? അടുത്തത് എല്ലാവരും നോക്കുക. സ്റ്റെറിക് നമ്പർ is equal to 6. Steric number is equal to 6. Okay, steric number നമ്മൾ 6 ആയിട്ട് വെക്കാൻ പോകുന്നു. ഓക്കെ, അതിൽ തന്നെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നോക്കുക. ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 6+0 കോമ്പിനേഷൻ. അതായത് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർസ്. ദിസ് ഇസ് വാട്ട് ഡിസൈഡ്സ് ദ ഷേപ്പ്. ഇതാണ് ഒരു ഷേപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സും നമ്പർ ഓഫ് ലോൺ പെയർസും. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് 6 ആയിട്ട് വെക്കുന്നു, നമ്പർ ഓഫ് ലോൺ പെയർസ് 0 ആയിട്ട് വെക്കുന്നു. ഓക്കെ, ഇതാണ് സ്റ്റെറിക് നമ്പർ. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ. യെസ് ഓർ നോ? ഫസ്റ്റ് അപ്പോൾ ഷേപ്പ് നമുക്ക് നോക്കാം. ഷേപ്പ് വരാൻ പോകുന്നത് ഒക്ടാഹെഡ്രൽ ഷേപ്പാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഈസി എക്സാമ്പിൾ ആണ് SF6. ഓക്കെ, SF6ന്റെ n വാല്യൂ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. സൾഫർ 6,
ഫ്ലൂറിൻ എത്രയാണ്? ഫ്ലൂറിൻ എത്രയാണ്? 7. 7 into 6 7 into 6. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 42 48. 48 ആണ് വരാൻ പോകുന്നത്. അപ്പൊ n/8 എന്താണ്? n/8 എന്ന് പറയുമ്പോൾ കോഷ്യന്റ് വരാൻ പോകുന്നത് 48 divided by 8 6. ഓക്കെ, റിമൈൻഡർ വരാൻ പോകുന്നത് 0 ആയിരിക്കും. ഓക്കെ, കാര്യം ഡിവിസിബിൾ ആണ്. 48 divided by 8. അപ്പൊ റിമൈൻഡർ 0, r/2 0. സോ 6 sigma bond 0 lone pair. എന്ത് സിമ്പിൾ ആയിട്ട് കിട്ടി നോക്കൂ. നമ്പർ ഓഫ് സിഗ്മ ബോൺസും കിട്ടി, നമ്പർ ഓഫ് ലോൺ പെയർസും കിട്ടി. ഓക്കെ, ഇനി നേരെ സ്ട്രക്ചർ വരയ്ക്കുക. സ്ട്രക്ചർ എന്താണ്? ഓക്കെ, ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ദിസ് ഈസ് SF6. ദിസ് ഈസ് SF6. ഓക്കെ, യെസ് ഓർ നോ? അതായത് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, മേളിലേക്ക് ഒന്ന്, താഴത്തേക്ക് ഒന്ന്. ഇതാണ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ. ബോണ്ട് ആംഗിൾ എന്താണ്? ബോണ്ട് ആംഗിൾ, ഈ ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. ഓക്കെ, എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഇതും 90 ഡിഗ്രി ആയിരിക്കും. യെസ് ഓർ നോ? ഫൈൻ. അപ്പൊ നിങ്ങളൊരു കാര്യം ചോദിക്കുന്നുണ്ടാവും, സർ ഈ ഒക്ടാഹെഡ്രലിനും ആക്സിൽ പൊസിഷൻസോ ഇക്വറ്റോറിയൽ പൊസിഷൻസോ ഉണ്ടോ? ഒക്ടാഹെഡ്രലിനും ആക്സിൽ പൊസിഷൻസും ഇക്വറ്റോറിയൽ പൊസിഷൻസും ഉണ്ടോ? ഇല്ല മക്കളെ, ഒക്ടാഹെഡ്രലിന് ആക്സിലും ഇക്വറ്റോറിയൽ എന്നും പറഞ്ഞൊരു ഡിഫറൻസിയേഷൻ വരുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, സർ അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണ്? ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഒക്ടാഹെഡ്രലിന് ആക്സിയലോ ഇക്വിറ്റോറിയലോ എന്നൊരു ഡിഫറൻസിയേഷൻ വരുന്നില്ല. ഓൾ പൊസിഷൻസ് ആർ ഇക്വിവലന്റ്. ഓൾ പൊസിഷൻസ് ആർ ഇക്വിവലന്റ്. ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും നോക്കുക. ഫ്ലൂറിൻ 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 ഫ്ലൂറിൻ. ഓക്കെ, നമ്മൾ ഈ 4 ഫ്ലൂറിൻ കൺസിഡർ ചെയ്തപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടി അല്ലേ? എന്നിട്ട് ഒന്ന് മേളിലോ ഒന്ന് താഴത്ത്. അല്ല, മിക്ക സ്റ്റുഡൻസും പറയാ, സാർ ഇത് ആക്സിലും ഇത് ആക്സിലും അല്ലേ, ഇത് 4 ഇക്വിറ്റോറിയൽ അല്ലേ? നിങ്ങൾ ആ ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രി വെച്ചിട്ടാണ് പോകുന്നത്. സാർ ഈ പ്ലെയിനിൽ കിടക്കുന്നത് ഇക്വിറ്റോറിയൽ, മേളിലുള്ളത് ആക്സിൽ, താഴത്തുള്ളത് ആക്സിൽ അല്ലേ? ഞാൻ വേറൊരു സിമ്പിൾ ഐഡിയ പറഞ്ഞുതരാം. ഞാൻ വേറൊരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ ഈ ഫ്ലൂറിനും ഓക്കെ, ഈ ഫ്ലൂറിനും ഈ ഫ്ലൂറിനും ഈ ഫ്ലൂറിനും ഈ ഫ്ലൂറിനും കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്ന് 1 2 3 4. യെസ് ഓ നോ? അതായത് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ക്വയർ. അപ്പൊ ഇത് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നു, ഇത് ഉള്ളിലോട്ട് പോയി നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ പറയും, സാർ ഇതും ആക്സിയൽ അല്ലേ, ഇത് 4 ഇക്വിറ്റോറിയലാണോ? പറഞ്ഞു മനസ്സിലായോ? ഞാൻ നേരത്തെ കൺസിഡർ ചെയ്ത സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 2 3 4 ആയിരുന്നു. ഇപ്പൊ ഞാൻ സ്ക്വയർ മാറ്റി 1 2 3 4. അപ്പൊ ആക്സിൽ ഇതുമായി, ഇക്വിറ്റോറിയൽ ഇത് 4മായി. യെസ് ഓർ നോ? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡന്റ്? സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടാഹെഡ്രലിന് എല്ലാ പോയിന്റ്സും സെയിം ആണ്. കാര്യം എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. ട്രയഗണൽ ബൈ പിരമിഡലിന് അങ്ങനെയായിരുന്നില്ല. പ്ലെയിനിലുള്ളത് 120 ഡിഗ്രി, മേളിലും താഴത്തുള്ളത് 90 ഡിഗ്രി ടു ദ പ്ലെയിൻ ആയിരുന്നു. ഇവിടെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അപ്പൊ എല്ലാ പോയിന്റ്സും ഇക്വിവലന്റ് ആണ്. ഞാൻ വേറെണ്ണം കാണിച്ചു തരാം. ഞാനിപ്പോ സപ്പോസ് ഈ 4 ഫ്ലൂറിൻ കൺസിഡർ ചെയ്തു എന്ന് വരിക. ഓക്കെ, അപ്പൊ ഈ സ്ക്വയർ കൺസിഡർ ചെയ്തപ്പോ ഈ ഫ്ലൂറിൻ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നു, ഈ ഫ്ലൂറിൻ അങ്ങോട്ട് പോയി നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ പറയും ഇത് രണ്ടുമാണ് ആക്സിയൽ എന്ന്, ഇത് 4 ഇക്വിറ്റോറിയൽ എന്ന്. സോ എനി പോയിന്റ് ക്യാൻ ബി ഇക്വിറ്റോറിയൽ, എനി പോയിന്റ് ക്യാൻ ബി ആക്സിയൽ. അതായത് എല്ലാ പോയിന്റ്സും സെയിം ആണ് ഒക്ടാഹെഡ്രലിൽ. ഒക്ടാഹെഡ്രലിന് ആക്സിയലോ ഇക്വിറ്റോറിയലോ പറഞ്ഞാൽ വേർതിരിവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഒക്ടാഹെഡ്രലിന് ആക്സിയലോ ഇക്വിറ്റോറിയലിനോ പറഞ്ഞ വേർതിരിവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? ഫൈൻ. അപ്പൊ ഇതാണ് SF6ന്റെ കഥ. ഗോട്ട് ഇറ്റ്? ഇനിയുള്ളത് വേറൊരെണ്ണം കാണിച്ചു തരാം. XeO2F4. എല്ലാവരും നോക്കുക. XeO2F4. N വാല്യൂ എത്രയാണ് വരുന്നത്? ടോട്ടൽ N വാല്യൂ എത്രയാണ് വരുന്നത്? Xe-ക്ക് 8. ഓക്കെ, ഓക്സിജന് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഫോർ ഓക്സിജൻ 6. സോ 6 into 2 പ്ലസ് ഫ്ലൂറിന് എത്രയാണ്? 7. സോ 7 into 4. ടോട്ടൽ എത്രയാണ്? 12. 48 തന്നെ ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഇത് വരുന്നത് 6, ഇത് വരുന്നത് 0.
Yes or no? Perfect or not? വീണ്ടും ഒക്ടാഹൈഡ്രൽ ഷേപ്പ് തന്നെയാണ് വരാൻ പോകുന്നത്. വീണ്ടും ഒക്ടാഹൈഡ്രൽ ഷേപ്പ് തന്നെയാണ് വരാൻ പോകുന്നത്. Yes or no, my dear students? XeO2F4 വീണ്ടും ഒക്ടാഹൈഡ്രൽ ഷേപ്പ് തന്നെയാണ് വരാൻ പോകുന്നത്. വേറൊരെണ്ണം കാണിച്ചു തരാം. എല്ലാവരും നോക്കുക. വേറൊരെണ്ണം കാണിച്ചു തരാം. XeO6 4 എങ്ങനെയായിരിക്കും ഷേപ്പ് വരാൻ പോകുന്നത്? n വാല്യൂ എന്താണ്? 8 എണ്ണം ഇവിടെ ഉണ്ട്. xenന് 8 അല്ലെ? xenന് 8, ഓക്സിജൻ 6 എണ്ണം ഉണ്ട്. സോ ബേസിക്കലി 6 into 6 ചെയ്യുക. യെസ് ആണോ? +4. എന്തുകൊണ്ടാണ് +4 ചെയ്തത്? 4 നെഗറ്റീവ് ചാർജ് ഉണ്ട്. യെസ് ആണോ? ടോട്ടൽ വരാൻ പോകുന്നത് 48 ആണ്. Q is equal to 6, R by 2 is equal to 0. Q is equal to 6, R by 2 is equal to 0. Yes or no? Fine. Basically ഷേപ്പ് വരാൻ പോകുന്നത് എന്താണ്? ഒക്ടാഹൈഡ്രൽ തന്നെയായിരിക്കും ഷേപ്പ് വരാൻ പോകുന്നത്. ഒക്ടാഹൈഡ്രൽ തന്നെയായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഇസ് ഹൗ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക്. ഇങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ് വരാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. Got it? XeO6 4-. 4 നെഗറ്റീവ് ചാർജ് ഇവിടെ വരുന്നുണ്ട്. നെഗറ്റീവ് ചാർജിനെ കുറിച്ച് ഞാൻ ഫോർമൽ ചാർജിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ ജാതകങ്ങളാണ്. ഓക്കെ, സിഗ്മ ബോൺസ്, നമ്പർ ഓഫ് സിഗ്മ ബോൺസ്, നമ്പർ ഓഫ് ലോൺ പെയർസ്, സ്ട്രക്ചർ. ഗോട്ട് ഇറ്റ്? പെർഫെക്റ്റ് ഓർ നോട്ട്? അടുത്തത് നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. അടുത്തത് വരാൻ പോകുന്നത് എന്താണ്? സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 6 തന്നെ. സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 6. പക്ഷെ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് വരാൻ പോകുന്നത് 5. ഓക്കെ, നമ്പർ ഓഫ് ലോൺ പെയർസ് വരാൻ പോകുന്നത് 1. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് വരാൻ പോകുന്നത് 5, നമ്പർ ഓഫ് ലോൺ പെയർസ് വരാൻ പോകുന്നത് 1. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് വരാൻ പോകുന്നത് 5, നമ്പർ ഓഫ് ലോൺ പെയർസ് വരാൻ പോകുന്നത് 1. ഓക്കെ, ഷേപ്പ് വരാൻ പോകുന്നത് എന്തായിരിക്കും? ഷേപ്പ് വരാൻ പോകുന്നത് സ്ക്വയർ പിരമിഡൽ ആണ്. സ്ക്വയർ പിരമിഡൽ ആണ് ഷേപ്പ് വരാൻ പോകുന്നത്. എങ്ങനെയാണ് സാറേ ആ ഷേപ്പ് വരുന്നത്? എല്ലാവരും നോക്കുക. ബെസ്റ്റ് എക്സാമ്പിൾ IF5 എടുക്കുക, അല്ലെങ്കിൽ BRF5 എടുക്കുക. IF5 അല്ലെങ്കിൽ BRF5 എടുക്കുക. ഓക്കെ, n വാല്യൂ എന്താണ് വരാൻ പോകുന്നത്? n വാല്യൂ is equal to total number of valence electrons. ഇതിൽ അയഡിൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, മൊത്തത്തിൽ 6 ഹാലജൻസ്. ഇതിൽ ബ്രോമിൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, മൊത്തത്തിൽ 6 ഹാലജൻസ്. സോ ബേസിക്കലി 7 into 6 is equal to 42. ഓക്കെ, അപ്പൊ n/8 ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? n/8 ചെയ്യുമ്പോൾ കോഷ്യന്റ് എന്താണ് വരുന്നത്? കോഷ്യന്റ് വരുന്നത് 5 ആണ്. ഓക്കെ, 42 divided by 8. 8 into 5 40 അല്ലേ? ബാക്കി വരുന്ന റിമൈൻഡർ എന്താണ്? 2. സോ റിമൈൻഡർ R/2 is equal to 2/2, that is equal to 1. ഓക്കെ, 5 സിഗ്മ ബോണ്ട് ഒരു ലോൺ പെയർ. യെസ് ഓർ നോ? ഫൈൻ. അപ്പൊ നമുക്ക് ഷേപ്പ് എങ്ങനെയാണ് വരണേന്ന് നോക്കാം. അയഡിൻ ഇങ്ങനെ ഒക്ടാഹൈഡ്രൽ ആയിരിക്കും അറേഞ്ച്മെന്റ്. അത് നിങ്ങൾക്ക് അറിയാലോ. സ്റ്റെറിക് നമ്പർ 6 ആണെങ്കിൽ octahedral will be the arrangement of valence electrons. Okay, പക്ഷെ ഷേപ്പ് ഞാൻ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഒരു ലോൺ പെയർ ഞാൻ ഇവിടെ ഇട്ടു. ഓക്കെ, ബാക്കിയുള്ള IF എല്ലായിടത്തും F ഞാൻ കൊണ്ടുവന്നിട്ടു. യെസ് ഓ നോ? അപ്പൊ ഷേപ്പ് എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഷേപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ലോൺ പെയർസ് കൺസിഡർ ചെയ്യാൻ പാടില്ല. സോ ബേസിക്കലി ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ, പിന്നെ മേളിലേക്ക് ഒരു പിരമിഡ്. ഓക്കെ, ഇറ്റ് സ്ക്വയർ പിരമിഡൽ. BRFIയുടെ നിങ്ങൾക്ക് വരച്ചു നോക്കാം മൈ ഡിയർ ചാമ്പ്യൻസ്. BRFIയുടെ നിങ്ങൾക്ക് വരച്ചു നോക്കാം. ബ്രോമിൻ നടുക്ക് വരും, F എല്ലാം ഇങ്ങനെ വരും, അടിയിൽ ഒരു ലോൺ പെയർ ഉണ്ടാവും. ഒരു സിമ്പിൾ ചോദ്യം ഇതിനോട് അനുബന്ധിച്ച് ഞാൻ ചോദിക്കാൻ പോവാണ്. What is the number of 90 degree FIF bonds in this? What is the number of 90 degree FIF bonds? അതായത്
FIF ബോണ്ട്സ് എത്ര എണ്ണം 90 ഡിഗ്രി ഉണ്ട്? FIF ബോണ്ട്സ് എത്ര എണ്ണം 90 ഡിഗ്രി ഉണ്ട്? ഓക്കെ, ഇപ്പൊ ഞാൻ സാധാ ഒക്ടൈഡൽ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും സർ ഇപ്പൊ FSF ഇതൊരു 90 ഡിഗ്രി, FSF ഇതൊരു 90 ഡിഗ്രി, FSF ഇതൊരു 90 ഡിഗ്രി, FSF ഇതൊരു 90 ഡിഗ്രി അല്ലെ? 1 2 3 4 90 ഡിഗ്രി അങ്ങനെ വരുന്നുണ്ട് അല്ലെ? 90 ഡിഗ്രി അങ്ങനെ വരുന്നുണ്ട് അല്ലെ? പിന്നെ താഴ്ത്തുമുണ്ട് 1 2 അല്ല, ഇതൊക്കെ 90 ഡിഗ്രിയാണ്. 3 EFSF 4 അല്ലെ? അങ്ങനെ 4 എണ്ണം വരുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ 8 ആയി അല്ലെ? അപ്പൊ മൊത്തത്തിൽ 8 ആയി. ഒരു മിനിറ്റ് മക്കളെ, ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. ഒന്ന് വരച്ച് കാണിക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും ഒന്ന് നോക്കുക. ഒരു സാധാ പ്രോപ്പർ ഒക്ടൈഡൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ എത്ര 90 ഡിഗ്രി ആംഗിൾസ് ഉണ്ടാവും? FSF 1 2 3 4 4 മേളില്, 4 അടിയിലുണ്ടാവും, പിന്നെ 4 ഇവിടെ ഉണ്ട്. 1 2 3 4 മൊത്തത്തിൽ 12 90 ഡിഗ്രി ഫ്ലൂറിൻ സൾഫർ ഫ്ലൂറിൻ ബോണ്ട്സ് ഉണ്ടാവും അല്ലെ? 4 മേളിലുണ്ടാവും. ഓക്കെ, 4 മേളിലുണ്ടാവും, 4 അടിയിലുണ്ടാവും, 4 മേളില്, 4 അടിയില്, പിന്നെ 4 ആ പ്ലെയിനിൽ. പക്ഷെ ഈ ഒരു സ്ട്രക്ചർ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സർ അതേപോലെ തന്നെ സർ ഇത് 1 ഇത് 2 പിന്നെ ഇത് 3 ഇത് 4 എന്ന് നിങ്ങൾ പറയും അല്ലെ? പക്ഷെ അത് തെറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അടിയിലുള്ള ലോൺ പെയർ ആണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഇവന്മാര് നിൽക്കുന്നത് ഇങ്ങനെയാണെന്നാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അവര് കുറച്ച് വളഞ്ഞിരിക്കുന്നുണ്ട്. ഈ 4 ആക്ച്വലി കുറച്ച് വളഞ്ഞാണ് ഇരിക്കുന്നത്. കാര്യം എന്താണ്? ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ കുറച്ച് കൂടുതലാണ്, അടിയിൽ നിന്നുള്ള തള്ള് കുറച്ച് കൂടുതലാണ്. സോ ബേസിക്കലി അവർ ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം കുറച്ച് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇവർ ആക്ച്വലി പ്ലെയിനാർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഞാൻ പറയും സ്ക്വയർ പിരമിഡലാണ്, പക്ഷെ ആക്ച്വലി സ്ക്വയർ പിരമിഡൽ അല്ല, അവർ കുറച്ച് വളഞ്ഞാണ് ഇരിക്കുന്നത്. യെസ് ആണോ? അപ്പൊ ഈ ആംഗിൾസ് ഒന്നും 90 ഡിഗ്രി അല്ല. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ആംഗിൾസ് 90 ഡിഗ്രി അല്ല മക്കളെ. ഈ ആംഗിള് 90 ഡിഗ്രി അല്ല മക്കളെ. കാര്യം എന്താണ്? അടിയിലുള്ള ലോൺ പെയറിന്റെ റിപ്പൾഷൻ കൂടുതലാണ്. യെസ് ആണോ? നേരത്തെ കേസിൽ അങ്ങനെയല്ല. നേരത്തെ കേസിൽ ഇതും ബോണ്ട് പെയർ ആണ്, മേളിൽ നിന്നുള്ള റിപ്പൾഷനും അടിയിൽ നിന്നുള്ള റിപ്പൾഷനും സെയിം ആണ്. സോ ബേസിക്കലി ഒരു പ്രോപ്പർ സ്ക്വയർ ആണ് നടുക്കുള്ളത്. ഈ 4 ഫ്ലൂറിനും പ്രോപ്പർ സ്ക്വയർ ആയിട്ട് വരും. മേളിലൊന്ന്, താഴത്തൊന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. താഴത്ത് ലോൺ പെയർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം സപ്പോസ് ഈ ബോണ്ടാണ്, ഇത് ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം കുറച്ച് തള്ളിയായിരിക്കും നിൽക്കുന്നത്, കുറച്ച് വളഞ്ഞായിരിക്കും നിൽക്കുന്നത്. യെസ് ഓനോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ. സിമ്പിളായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ ഇപ്പൊ എല്ലാവരും നോക്കുക. ഇത് 4 ബോണ്ട്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള 4 സ്ക്വയർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് സ്ക്വയർ പ്ലെയിനാർ അല്ലേ എന്ന്, അല്ലേ? ഇവിടെയുള്ളത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല, കുറച്ച് വളഞ്ഞായിരിക്കും നിൽക്കുന്നത്. 4 ഇത് ഇങ്ങനെ കുറച്ച് വളഞ്ഞായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇത് പ്രോപ്പർ സ്ക്വയർ അല്ല. ഈ 4 പ്രോപ്പർ സ്ക്വയർ അല്ല. അപ്പൊ കുറച്ച് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് വളഞ്ഞിരിക്കുമ്പോൾ മേളിലുള്ള ഫ്ലൂറിനായിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കില്ല. യെസ് ആണോ? അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഗോട്ട് ഇറ്റ്? സോ ബേസിക്കലി ഇതിന്റെ ആൻസർ 0 ആണ്. ഇങ്ങനെയുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ പ്ലീസ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. അടുത്തത് എന്താണ്? അടുത്തത് ഞാൻ വേറൊരു സ്ട്രക്ചർ തരാം. വേറൊരു കോമ്പൗണ്ട് തരാം. XeF5 പ്ലസ്. XE എല്ലാവരും നോക്കുക.
XeF5 plus XeF5 plus XeF5 plus number of valence electrons എത്രയാണ് മക്കളെ? number of valence electrons എത്രയാണ്? number of valence electrons എത്രയാണ്? xenon 8, ഓക്കെ, ഫ്ലൂറിൻ എത്രയാണ്? 7. 7 into 5 35, ഓക്കെ, യെസ് ആണോ? 7 into 5, ഓക്കെ. ഫ്ലൂറിൻ വരുന്നത് 7 into 5, ഓക്കെ, പ്ലസ് -1 ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, യെസ് ആണോ? സോ ബേസിക്കലി എത്രയായി? 43 - 1 42. Q വരുന്ന 5, R/2 വരുന്ന 1. XeF5 പ്ലസിന്റെ സ്ട്രക്ചർ ഇങ്ങനെ തന്നെയായിരിക്കും. ഇവിടെ ഒരു ലോൺ പെയർ, ഓക്കെ, എഫ് 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 എഫ്, യെസ് ആണ്, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? അടുത്തത് നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. അടുത്തത് എന്ന് പറയുന്നത് steric number is equal to 6. steric number ഞാൻ 6 ആയിട്ട് തന്നെ വെച്ചു. പക്ഷേ number of sigma bonds 4, okay, number of lone pairs is equal to 2. number of sigma bonds 4, number of lone pairs is equal to 2. ഷേപ്പ് വരാൻ പോകുന്നത് സ്ക്വയർ പ്ലെയിനാർ ആണ്. മറക്കരുത്, ഷേപ്പ് വരാൻ പോകുന്നത് സ്ക്വയർ പ്ലെയിനാർ ആണ്. ഓക്കെ, ഷേപ്പ് വരാൻ പോകുന്നത് സ്ക്വയർ പ്ലെയിനാർ ആണ്, മറക്കരുത്. പ്ലീസ് നോട്ട് ഇറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാവരും നോക്കുക. XeF4, ഓക്കെ, അതേപോലെ തന്നെ ICl4 മൈനസ്, ഓക്കെ, ഇത് രണ്ടും. ഇതിന്റെ n വാല്യൂ എത്രയാണ് വരാൻ പോകുന്നത്? xenonന്റെ 8, ഓക്കെ, ഫ്ലൂറിൻ 7 into 4, സോ എത്രയാണ്? 28 36, ഓക്കെ. അപ്പൊ n/8 എന്താണ് വരാൻ പോകുന്നത്? 36 divided by 8 എത്രയാണ്? 8 into 4 32, ഓക്കെ. ഇവിടെ വരാൻ പോകുന്നത് 4, ഓക്കെ, റിമൈൻഡർ 4, കോഷ്യൻ 4. അപ്പൊ കോഷ്യന്റ് 4, നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് 4, റിമൈൻഡർ ബൈ 2 എത്രയാണ്? 4/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ 4 സിഗ്മ ബോണ്ട്സും 2 ലോൺ പെയറും. അത് തന്നെയാണ് ICl4 മൈനസിനും. n വാല്യൂ എത്രയാണ്? അയഡിൻ എത്രയാണ്? അയഡിൻ 7, ഓക്കെ, പ്ലസ് ക്ലോറിൻ എത്രയാണ്? ക്ലോറിനും 7 into 4, ഓക്കെ, +1. എന്തുകൊണ്ടാണ് +1? ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ 28 35 36. n/8 വരാൻ പോകുന്നത് ഇത് തന്നെയാണ്. Q is equal to 4, R/2 is equal to 2. യെസ് ഓ നോ? സോ ബേസിക്കലി സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? എല്ലാവരും നോക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെ കൊണ്ട് നിങ്ങൾ ഈ 2 ലോൺ പെയറിനെ വെക്കും? അപ്പൊ നിങ്ങൾ പറയും, സാർ ലോൺ പെയറിനെ എവിടെ വേണമെങ്കിലും വെക്കാലോ. കാര്യം ഒക്ടാഹൈഡ്രലിന് സാർ തന്നെയല്ലേ പറഞ്ഞ അതിന് ഇക്വിറ്റോറിയൽ ആക്സിൽ പൊസിഷൻസ് ഇല്ലാന്ന്. സാറല്ലേ പറഞ്ഞ. ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ എല്ലാവരും നോക്കുക, ഒറ്റൊരു ലോൺ പെയറേ ഉള്ളൂ എങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. നേരത്തെ കണ്ട പോലെ ഒക്ടാഹൈഡ്രൽ പൊസിഷനിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ? ഇപ്പൊ സപ്പോസ് IFIയുടെ സ്ട്രക്ചർ നമ്മൾ കണ്ടപ്പോൾ ഞാൻ ആക്ച്വലി ലോൺ പെയർ കൊണ്ടിട്ട് അടിയിലാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. ആക്ച്വലി ലോൺ പെയർ എവിടെ കൊണ്ടുവന്നും വേണമെങ്കിലും ഇടാം, ഏത് പൊസിഷനിലും കൊണ്ടുവന്നിടാം. കാരണം എല്ലാ പൊസിഷനും സെയിം ആണ്. ദർ ഇസ് നോ ആക്സിയൽ, ദർ ഇസ് നോ ഇക്വിറ്റോറിയൽ. ഏത് പൊസിഷനിലും ഈ ലോൺ പെയർ ഇവിടെ ഇടാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ 2 ലോൺ പെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്. ലോൺ പെയർ റിപ്പൾഷൻ ജാസ്തി ആയിരിക്കും, കൂടുതലായിരിക്കും. അത് കുറയ്ക്കാനായിട്ട് അവന്മാരെ മാക്സിമം ഡിസ്റ്റൻസിൽ കൊണ്ടുവന്നിടുക. മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവന്മാർക്ക് 180 ഡിഗ്രി സെപ്പറേഷൻ കൊടുക്കുക. അത് എവിടെ കൊണ്ടുവന്നിടാട്ടെ, ഇവിടെ ഇടാം. പക്ഷെ ബേസിക്കലി ഓപ്പോസിറ്റ് എൻഡ്സിൽ കൊണ്ടുവന്നിടുക. ഒന്നില്ല ഈ ഓപ്പോസിറ്റ് എൻഡ്, അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് എൻഡ്. ഓക്കെ,
അപ്പോൾ ഷേപ്പ് എന്താണ് വരാൻ പോകുന്നത്? ഷേപ്പ് വരാൻ പോകുന്നത് സ്ക്വയർ പ്ലെയിനാർ ആണ്. ഷേപ്പ് വരാൻ പോകുന്നത് സ്ക്വയർ പ്ലെയിനാർ ആണ്. യെസ് ഓർ നോ? ഫൈൻ. കാര്യം എന്താണ്? അടിയിൽ നിന്നുള്ള പുഷിങ്ങും മേളിൽ നിന്നുള്ള പുഷിങ്ങും സെയിം ആയിരിക്കും. യെസ് ഓർ നോ? അപ്പോൾ ബേസിക്കലി ഒരു സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി ആയിരിക്കും വരാൻ പോകുന്നത്. സ്ക്വയർ പ്ലെയിനാർ ഷേപ്പ് ആയിരിക്കും വരാൻ പോകുന്നത്. യെസ് ഓർ നോ? പെർഫെക്റ്റ്. നോട്ട് ചെയ്യാൻ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്യാൻ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ICL4 മൈനസിനും സെയിം തന്നെയായിരിക്കും. ICL4 മൈനസിനും സെയിം തന്നെയായിരിക്കും. ICL4 മൈനസിനും സെയിം തന്നെയായിരിക്കും. ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ ഒരു ലോൺ പെയർ. ഓക്കെ, CL 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 CL. ഓക്കെ, സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി, സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി ആയിരിക്കും. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? അപ്പൊ എന്ത് പെട്ടെന്നാണ് നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്? സ്റ്റെറിക് നമ്പേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. അതെങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് അതിൽ നിന്ന് Q/2, നമ്പർ ഓഫ് സിഗ്മ ബോൺസും നമ്പർ ഓഫ് ലോൺ പേഴ്സും കിട്ടും. ആ സ്റ്റെറിക് നമ്പറിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഷേപ്പ് മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പം നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 4ഉം നമ്പർ ഓഫ് ലോൺ പേഴ്സ് 2 ആണെങ്കിൽ ഷേപ്പ് സ്ക്വയർ പ്ലെയിൻ ആണ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അല്ലെങ്കിൽ ഇപ്പോൾ 5ഉം 1ഉം ആണെങ്കിൽ സ്ക്വയർ പിരമിഡൽ, 6ഉം 0 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. യെസ് ഓർ നോ? പെർഫെക്റ്റ്. അടുത്തത് മക്കളെ എല്ലാവരും നോക്കുക. അടുത്തത് വരാൻ പോകുന്നത് സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 7. Steric number is equal to 7. Last ആണ് കേട്ടോ മക്കളെ. Steric number is equal to 7. Okay. Number of sigma bonds 7 ആയിട്ട് വെക്കാം നമുക്ക്. Okay. Number of lone pairs 0 ആയിട്ട് വെക്കാം. Okay. നമുക്ക് ഷേപ്പ് വരാൻ പോകുന്നത് pentagonal bipyramidal ആണ്. Pentagonal bipyramidal. ഓക്കെ, ഇതാണ് ഷേപ്പ് വരാൻ പോകുന്നത്. പെൻറ്റഗണൽ ബൈപിരമിഡൽ. യെസ് ഓർ നോ? ഫൈൻ. എല്ലാവരും നോക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. IF7 ആണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, എൻ വാല്യൂ എന്താണ്? എൻ വാല്യൂ എന്ന് പറയുന്നത് അയഡിൻ 7 വാലൻസ് ഇലക്ട്രോൺ, ഫ്ലൂറിൻ 7 വാലൻസ് ഇലക്ട്രോൺ. മൊത്തത്തിൽ 7 + 7 × 7 അല്ലേ? 49 56 ആണ് വരുന്നത്. 56 ആണ് വരുന്നത്. യെസ് ഓർ നോ? n/8 എന്താണ്? n/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56 / 8. സോ കോഷ്യന്റ് എന്താണ്? കോഷ്യന്റ് വരുന്നത് 7 തന്നെ. ഓക്കെ, 56 / 8 7 അല്ലേ? റിമൈൻഡർ വരുന്നത് 0. സോ ബേസിക്കലി 7 and 0. ഈ പെൻറ്റഗണൽ ബൈപിരമിഡൽ എങ്ങനെയാണ് ഇരിക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ പെൻറ്റഗണൽ ബൈപിരമിഡൽ എങ്ങനെയാണ് ഇരിക്കുക എന്ന് വെച്ചാൽ എല്ലാവരും നോക്കുക. ഏതാണ്ട് ഇങ്ങനെയാണ് പെൻറ്റഗണൽ ബൈപിരമിഡൽ ഇരിക്കുക. ഓക്കെ, ദിസ് ഇസ് ഹൗ പെൻറ്റഗണൽ ബൈപിരമിഡൽ ലുക്സ് ലൈക്ക്. എന്തുകൊണ്ടാണ് ഇതിനെ പെൻറ്റഗണൽ ബൈപിരമിഡൽ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് വി ഹാവ് എ പെൻറ്റഗൺ ഓവർ ഹിയർ. ഓക്കെ, പെൻറ്റഗൺ എന്താണെന്നറിയാം? മേളിലേക്ക് ഒരു പിരമിഡ്, ഓക്കെ, താഴത്തേക്ക് ഒരു പിരമിഡ്. ഒരു പെൻറ്റഗൺ ബേസും മേളിലേക്ക് ഒരു പിരമിഡും താഴത്തേക്ക് ഒരു പിരമിഡും അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, so that's why it's called as pentagonal bipyramidal. Okay, pentagonal bipyramidal. This is pentagonal bipyramidal. ഒരു മിനിറ്റ്. ഫൈൻ. യെസ് ഓർ നോ? എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം മക്കളെ. പെൻറ്റഗണൽ ബൈപിരമിഡൽ ജോമെട്രി. ഈ ബോണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈ ബോണ്ട് ആംഗിൾസ്, ഈ പ്ലെയിനിലുള്ള ബോണ്ട് ആംഗിൾസ് എന്തായിരിക്കും? 360 / 5. 360 ആണ് മൊത്തമുള്ള ചുറ്റുമുള്ള ആംഗിൾ. ആ 360 / ഈക്വലി ഒരു പെൻറ്റഗൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ആംഗിൾസ് എന്തായിരിക്കും എന്ന് നോക്കിയാൽ മതി. 360 / 5. 360 / 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 72. ഓക്കെ, അപ്പൊ ഈ ആംഗിൾസ് വരുന്നത് 72 ഡിഗ്രിയാണ്. ഓക്കെ, ഈ ആംഗിൾ വരുന്നത് 90 ഡിഗ്രിയാണ്. മേളിലും താഴത്തുള്ളത് 90 ഡിഗ്രിയാണ്. ഓക്കെ, പെൻറ്റഗണിലുള്ള ആംഗിൾസ് 72 ഡിഗ്രിയാണ്. യെസ് ഓർ നോ?
പെർഫെക്റ്റ് നോട്ട്? ദയവ് ഇത് നോട്ട് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദയവ് ഇത് നോട്ട് ചെയ്യാം മൈ ഡിയർ ചാമ്പ്യൻസ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഗോട്ട് ഇറ്റ്? ഓക്കെ, നെക്സ്റ്റ് എല്ലാവരും നോക്കുക. സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 7 തന്നെ, സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 7 തന്നെ, സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 7. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ഇസ് ഈക്വൽ ടു 6 and number of lone pairs is equal to 1. Number of sigma bonds is equal to 6 and number of lone pairs is equal to 1. Okay, number of sigma bonds is equal to 6 and number of lone pairs is equal to 1. എല്ലാവരും നോക്കുക, വരാൻ പോകുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആയിരിക്കും. വരാൻ പോകുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആയിരിക്കും. ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഫോർ എക്സാമ്പിൾ എക്സ്, എല്ലാവരും നോക്കാം മൈ ഡിയർ ചാമ്പ്യൻസ്, XeF6 എടുക്കാം. ഓക്കെ, XeF6 അല്ലെങ്കിൽ IF6 മൈനസ് അല്ലെങ്കിൽ IF6 മൈനസ്, ഇത് രണ്ടും എടുക്കാം. ഓക്കെ, എൻ വാല്യൂ എന്താണ് വരുന്നത്? XeF6ന്റെ എൻ വാല്യൂ എന്താണ് വരുന്നത്? സെനന് 8, ഓക്കെ, ഫ്ലൂറിന് 6 ഇൻറ്റു 7 42 50 ആണ് വരുന്നത് അല്ലെ, 50. അപ്പൊ n/8 എന്താണ്? n/8 എന്ന് പറയുമ്പോൾ 50/8 6 48 2. 6 ആണ് കോഷ്യന്റ്, 2 ആണ് റിമൈൻഡർ. ഓക്കെ, സോ കോഷ്യന്റ് ഇസ് ഈക്വൽ ടു 6, നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ഇസ് ഈക്വൽ ടു 6, റിമൈൻഡർ 2 ആണ്, സോ r/2 is equal to 1. So 6 and 1. Number of sigma bonds is 6, number of lone pairs is equal to 1. അതേപോലെ തന്നെ IF6 മൈനസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ അത് തന്നെ കിട്ടും. IF6 മൈനസും എൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയഡിന് 7, ഓക്കെ, ഫ്ലൂറിന് 7 ഇൻറ്റു 6, ഓക്കെ, 7 ഇൻറ്റു 6 പ്ലസ് 1. എന്തുകൊണ്ടാണ് പ്ലസ് 1? ദർ ഇസ് എ നെഗറ്റീവ് ചാർജ് ഓവർ ഹിയർ. സോ ദാറ്റ്സ് 42 49 50. യെസ് ഓ നോ? ഇതും വരുന്നത് 50 ആണ്. ഓക്കെ, സോ ബേസിക്കലി സെയിം നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ആൻഡ് ലോൺ പേഴ്സ് വരും. ഇനി സ്ട്രക്ചർ നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. സ്ട്രക്ചർ വരുന്നത് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആണ്. ഈ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ XeF6, ഇതാണ് XeF6. ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഒക്ടാഹെഡ്രൽ ഉണ്ട്. ഓക്കെ, ഇവിടേക്ക് ഒരു ലോൺ പെയർ ഉണ്ടാവും. സോ ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബോണ്ടില്ലേ, ഇത് ബേസിക്കലി നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഇങ്ങനെയാണ് നിൽക്കണത്, കുറച്ച് അങ്ങോട്ട് തള്ളിയാണ് നിൽക്കുന്നത്, കുറച്ച് ഡിസ്റ്റോർഷൻ വരും. ഒരു പ്രോപ്പർ ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രോപ്പർ ഒക്ടാഹെഡ്രൽ അല്ലേ, ഇതാണ് പ്രോപ്പർ ഒക്ടാഹെഡ്രൽ. യെസ് ഓ നോ? ഫൈൻ, അതാണ് പ്രോപ്പർ ഒക്ടാഹെഡ്രൽ. താഴത്തേക്കും ഉണ്ട്. ഓക്കെ, താഴത്തേക്കും ഉണ്ട്. അതാണ് പ്രോപ്പർ ഒക്ടാഹെഡ്രൽ. പക്ഷെ ഈ ഒരു ബോണ്ട് കണ്ടോ, ഇത് ഇവിടെ നിൽക്കുന്ന ഈ ഒരു ബോണ്ട് കണ്ടോ, ഇത് ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്ട്രെയിറ്റ് അല്ലായിരിക്കും, കുറച്ച് തള്ളിയായിരിക്കും നിൽക്കുന്നത്. യെസ് ആണോ? സാധാ ഒക്ടാഹെഡ്രൽ ഇത് സ്ട്രെയിറ്റും ആണ്. പക്ഷെ ഇവിടെ ഇത് കുറച്ച് തള്ളിയായിരിക്കും നിൽക്കുന്നത്. അതാണ് എന്തുകൊണ്ടാണ് തള്ളിയിരിക്കുന്നത്? ഈ ലോൺ പേഴ്സ് ആണ്. യെസ് ആണോ? ഇതാണ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ. എല്ലാവരും ദയവ് ഇത് നോട്ട് ചെയ്യാം മൈ ഡിയർ ചാമ്പ്യൻസ്, എല്ലാവരും ദയവ് ഇത് നോട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ, ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് വൺ എന്താണ് മൈ ഡിയർ ചാമ്പ്യൻസ്? നെക്സ്റ്റ് വൺ എല്ലാവരും നോക്കുക. സ്റ്റെറിക് നമ്പർ 7 തന്നെ. ഓക്കെ, നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് 5 ആയിട്ട് വെക്കുകയാണ്. നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് ഈക്വൽ ടു 2. സ്ട്രക്ചർ വരാൻ പോകുന്നത് പെന്റഗണൽ പ്ലേനാർ. ഓക്കെ, ഇനി ഒരു പോയിന്റ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് നിങ്ങൾ നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ലോൺ പെയർസിനെ എവിടെയാണ് വെച്ചത്? ലോൺ പെയർസ് വർ പ്രസന്റ് ഇൻ ഈക്വറ്റോറിയൽ പൊസിഷൻസ് അല്ലേ? പക്ഷെ ഇൻ പെന്റഗണൽ ബൈപിരമിഡൽ ജോമെട്രി ലോൺ പെയർസ് വിൽ ബി പ്രസന്റ് ഇൻ ആക്സിയൽ പൊസിഷൻസ്.
ട്രയാഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിൽ നമ്മൾ ലോൺ പെയർസിനെ ഇക്വിറ്റോറിയൽ പൊസിഷനിലാണ് വെച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. പെന്റഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിൽ ഇതിനെ വെക്കാൻ പോകുന്നത്, ലോൺ പെയറിനെ വെക്കാൻ പോകുന്നത് ആക്സിൽ പൊസിഷനിലായിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സർ പെന്റഗണൽ ബൈപിരമിഡലിൽ ആക്സിലും ഇക്വിറ്റോറിയലൊക്കെ ഉണ്ടോ? ഉണ്ട്. പെന്റഗണൽ ബൈപിരമിഡലിൽ ആക്സിലും ഇക്വിറ്റോറിയലും വരുന്നുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. കാര്യം എന്താണ്? ഞാൻ പറഞ്ഞില്ല, ആ പെന്റഗണലിൽ ആംഗിൾസ് 72 ഡിഗ്രിയാണ്, മേളിലും താഴത്തുള്ള ആംഗിൾസ് 90 ഡിഗ്രിയാണ്. അപ്പൊ ബേസിക്കലി ആംഗിൾസ് ഡിഫറൻസ് ഉണ്ട്. ഒക്ടാഹെഡ്രലിൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്, എല്ലാ പോയിന്റ്സും സെയിം ആണ്. പക്ഷെ ഇവിടെ പെന്റഗണിൽ വരുന്ന ആംഗിൾസ് 72 ഡിഗ്രിയാണ്, മേളിലും താഴത്തുള്ളത് 90 ഡിഗ്രീസ് ആണ്. യെസ് ആണോ? അതുകൊണ്ട് തന്നെ പൊസിഷൻസ് വേറെയാണ്. അപ്പൊ പെന്റഗൺ ഇക്വിറ്റോറിയലായിട്ട് കൺസിഡർ ചെയ്യുക, പെന്റഗണൽ ആ പ്ലെയിൻ ഇക്വിറ്റോറിയലായിട്ട് കൺസിഡർ ചെയ്യുക, മേളിലും താഴത്തുള്ളത് ആക്സിലായിട്ട് കൺസിഡർ ചെയ്യുക. യെസ് ആണോ? ആൻഡ് ലോൺ പെയർ ഷുഡ് ഓൾവേസ് കം ഇൻ ആക്സിൽ പൊസിഷൻസ്. സോ ബേസിക്കലി എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. XCF5 മൈനസ് XCF5 മൈനസ് n വാല്യൂ എന്താണ് വരാൻ പോകുന്നത്? n വാല്യൂ ഇസ് ഈക്വൽ ടു 8 പ്ലസ് Xenon 8, ഫ്ലൂറിൻ 5. ഓക്കെ, 5 into 7 plus 1 that is equal to 35, 43, 44 ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ n/8 എന്താണ് വരാൻ പോകുന്നത്? n/8 44 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് നോക്കൂ, 5. ഓക്കെ, കോഷ്യന്റ് 5 വരാൻ പോകുന്നു, റിമൈൻഡർ 4 ആണ് വരാൻ പോകുന്നത്. സോ കോഷ്യന്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 5, ദാറ്റ് മീൻസ് 5 സിഗ്മ ബോണ്ട്സ്. റിമൈൻഡർ ബൈ 2, 4/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. രണ്ട് ലോൺ പെയറും 5 സിഗ്മ ബോണ്ടും, 2 ലോൺ പെയറും 5 സിഗ്മ ബോണ്ടും. നോക്കൂ എങ്ങനെയാ വരാൻ പോണെന്ന്. XC ലോൺ പെയർസിനെ എവിടെയാണ് വെക്കുക? ലോൺ പെയർസിനെ എവിടെയാണ് വെക്കുക മക്കളെ? ലോൺ പെയർസിനെ എവിടെയാണ് വെക്കുക? ഒരു മിനിറ്റ്. ലോൺ പെയർസിനെ എവിടെയാണ് വെക്കുക? ആക്സിയൽ പൊസിഷനിൽ. ലോൺ പെയറിനെ ആക്സിയൽ പൊസിഷനിലാണ് വെക്കുക. ലോൺ പെയറിനെ ആക്സിയൽ പൊസിഷനിലാണ് വെക്കുക. ഓക്കെ, സോ XCF5 ഇവിടെ ഒരു എണ്ണം, ഇവിടെ ഒരെണ്ണം. സോ ബേസിക്കലി വരാൻ പോകുന്ന സ്ട്രക്ചർ എന്താണ്? ബേസിക്കലി വരാൻ പോകുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് പെന്റഗണൽ പ്ലെയിനാർ ആണ്. കാര്യം എന്താണ്? ലോൺ പെയർ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഒരു പെന്റഗണൽ സ്ട്രക്ചർ, ഒരു പെന്റഗണൽ പ്ലെയിനാർ ആണ് വരാൻ പോകുന്നത്. ബോണ്ട് ആംഗിൾസ് 72 ഡിഗ്രി ആയിരിക്കും. ബോണ്ട് ആംഗിൾസ് 72 ഡിഗ്രി ആയിരിക്കും. താഴത്തു നിന്നുള്ള പുഷും മേളിൽ നിന്നുള്ള പുഷും സെയിം ആണ്. പെന്റഗണൽ പ്ലെയിനാർ ജോമെട്രിയാണ് വരുന്നത്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ്. അപ്പൊ നമ്മൾ ബേസിക്കലി ഓൾമോസ്റ്റ് കുറേ സ്ട്രക്ചേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇഷ്ടംപോലെ സ്ട്രക്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെറിക് നമ്പർ 2, അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ സ്റ്റെറിക് നമ്പർ 3, അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എക്സാമ്പിൾ സ്റ്റെറിക് നമ്പർ 4, അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എക്സാമ്പിൾ സ്റ്റെറിക് നമ്പർ 5, അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ എക്സാമ്പിൾസ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ 6, 7 എല്ലാം. ഓക്കെ, ഇപ്പോൾ VSCPR ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്പർ ഓഫ് സിഗ്മ ബോൺസും നമ്പർ ഓഫ് ലോൺ പേഴ്സും അറിഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് ഏതാണെന്ന് മനസ്സിലാവും. നമ്പർ ഓഫ് സിഗ്മ ബോൺസും നമ്പർ ഓഫ് ലോൺ പേഴ്സും എങ്ങനെയാണ് മനസ്സിലാക്കുക? ഈ Q+R/2 ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. Q+R/2 ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. ഗോട്ട് ഇറ്റ്? ഫൈൻ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക് ജാതകം. ഞാൻ പറഞ്ഞില്ലേ, പകുതി എഴുതിയിട്ടുള്ളൂ, ബാക്കി ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുണ്ട്, പൈ ബോണ്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ, അതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്കിനി ഹൈബ്രിഡൈസേഷനിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, എന്നാലും ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഹൈബ്രിഡൈസേഷൻ എന്തിനാണ്? ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഹൈബ്രിഡൈസേഷൻ എന്തിനാണ്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. Intermixing of atomic orbitals to give new set of hybrid orbitals. Intermixing of atomic orbitals to give new set of hybrid orbitals.
ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്തിനാണ് ഹൈബ്രിഡൈസേഷൻ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്. എല്ലാവരും നോക്കുക, ഞാനിപ്പോൾ മീത്തൈൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം മീത്തൈൻ്റെ സ്ട്രക്ചർ, എല്ലാവർക്കും അറിയാം മീത്തൈൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. മീത്തൈൻ്റെ സ്ട്രക്ചർ ഇസ് ടെട്രാഹെഡ്രൽ അല്ലേ. ബോണ്ട് ആംഗിൾ ഇവിടെ വരാൻ പോകുന്നത് 109.5 ഡിഗ്രിയാണ്. ഓക്കെ, 4 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ബോണ്ട് ആംഗിൾ 109.5. ഞാൻ സിമ്പിളായിട്ട് കാർബണിൻ്റെ കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യുമ്പോൾ കാർബണിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s2 2p2. ഈ 1s2 2s2 2p2 ഉള്ള ആള്, അതായത് ഇതിൻ്റെ വാലൻസ് ഷെല്ല് നോക്കിക്കഴിഞ്ഞാൽ 2s2 ഇതാണ്. ഓക്കെ, 2s2 ഇതാണ്. 2p2 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ ഇവിടെയുണ്ട്. ഈ ഒരു കോൺഫിഗറേഷനുള്ള ആൾ എങ്ങനെയാണ് 4 സിഗ്മ ബോൺസ് ഫോം ചെയ്യുന്നത്? ഇവിടെ ആകെ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരുത്തൻ 4 സിഗ്മ ബോൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അത് വിടൂ, ഇപ്പൊ 4 സിഗ്മ ബോൺസ് ഫോം ചെയ്തു എന്ന് വരിക, എങ്ങനെയാണ് അതിന്റെ ബോണ്ട് ആംഗിൾസ് 109.5 ആകുന്നത്? കാര്യം ഈ പി ഓർബിറ്റൽസിന്റെ ഒക്കെ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ, അല്ല, പി ഓർബിറ്റൽസിന്റെ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾ സെപ്പറേറ്റഡ് ബൈ 90 ഡിഗ്രി അപ്പാർട്ട് അല്ലെ. പി ഓർബിറ്റൽസ് ആർ 90 ഡിഗ്രി അപ്പാർട്ട്. അങ്ങനെ 90 ഡിഗ്രി അപ്പാർട്ടുള്ള ഓർബിറ്റൽസ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ബോണ്ട് ആംഗിൾസ് 90 ഡിഗ്രി അല്ല വരേണ്ടത്. അതെങ്ങനെയാണ് 109.5 ആയത്? 2 കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 4 ആക്കിയത്? കാര്യം 4 സിഗ്മ ബോൺസ് ഫോം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ബോണ്ട് ആംഗിൾ 109.5 ആയത്? ബേസിക്കലി ഇതിനുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള എക്സ്പ്ലനേഷനാണ് ഹൈബ്രിഡൈസേഷൻ തരുന്നത്. എന്താണ് ബേസിക്കലി സംഭവിക്കുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു കാർബണിന്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ ഇസ് 2s2 2p2, അതായത് 2 ഇലക്ട്രോൺ 2sലുണ്ട്, 2 ഇലക്ട്രോൺ 2pയിലുണ്ട്. ഓക്കെ, കാർബൺ ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാർബൺ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുമ്പോൾ, ഇമാജിൻ ഇറ്റ് ഈസ് അറ്റാക്ഡ് ബൈ 4 ഹൈഡ്രജൻസ്. കാർബണെ 4 ഹൈഡ്രജൻ അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ കാർബൺ അറിയാം, ഓക്കെ, 4 ഹൈഡ്രജൻ എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് 4 സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം, എനിക്ക് ആകെ 2 അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവൻ ഇവിടെയുള്ള ഈ ഇലക്ട്രോണെ എടുത്ത് എക്സൈറ്റ് ചെയ്യും. കാര്യം എന്താണ്? 2sഉം 2pയും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. ഇവന്മാരെ അടുത്തേക്ക് വരുമ്പോൾ ബേസിക്കലി അട്രാക്റ്റീവ് ഫോഴ്സസ് കൂടുകയാണ്. നിങ്ങൾക്കറിയാം ആറ്റംസ് അടുത്തേക്ക് വരുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സസ് കൂടുകയാണ്, ഒരു എനർജി റിലീസ് സംഭവിക്കുന്നുണ്ട്. ആ റിലീസ് ചെയ്ത എനർജി വെച്ചിട്ട് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടും. ഓക്കെ, അങ്ങോട്ട് ചാടുമ്പോൾ എന്താണ് പറ്റുന്നത്? നമുക്ക് മൊത്തത്തിൽ 4 അൺപെയർഡ് ഇലക്ട്രോൺ കിട്ടി. കാർബണിന്റെ പകുതി ഡ്യൂട്ടി കഴിഞ്ഞു. കാർബൺ നോക്കുമ്പോൾ 4 എണ്ണം വരുന്നുണ്ട്. 4 എണ്ണത്തിനും ബോണ്ട് ചെയ്യാനായിട്ട് 4 അൺപെയർഡ് ഇലക്ട്രോൺ. ഓക്കെ, 4 അൺപെയർഡ് ഇലക്ട്രോൺ സെറ്റാക്കി. ഇനി എന്താണ്? ഇത് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. കാര്യം പി ഓർബിറ്റൽസ് ആർ 90 ഡിഗ്രി അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ. പി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി അപ്പാർട്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ, കാർബണിന്റെ ബോണ്ട് ആംഗിൾ വരാൻ പോകുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. കാർബണിന്റെ ബോണ്ട് ആംഗിൾ വരാൻ പോകുന്നത് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. കാർബണിന്റെ അല്ല, മീത്തൈന്റെ ബോണ്ട് ആംഗിൾ വരാൻ പോകുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം CH4ന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ, മീത്തൈന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 109.5 ആണ്. അവിടെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന കോൺസെപ്റ്റ് വരുന്നത്. ഈ s ഓർബിറ്റിലും ഈ 3 p ഓർബിറ്റിലും കൂടി ഇന്റർമിക്സ് ചെയ്ത് കഴിഞ്ഞ് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് വരും. അവർ ഇന്റർമിക്സ് ചെയ്ത് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് വരും. ഈ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് പിന്നെ ദേ അറേഞ്ച് ദംസെൽഫ്. ഈ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോക്കുക, 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓർ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ബേസിക്കലി അവന്മാരെ കാണാൻ ഇങ്ങനെ ഇരിക്കും. ഇതായിരിക്കും അവന്മാരെ കാണാൻ, ഇങ്ങനെയായിരിക്കും അവന്മാരെ കാണാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ സാധാരണ ഓർബിറ്റൽസ് ഒരു പി ഓർബിറ്റൽ എന്ന് വെച്ചാൽ ഡംബലും അല്ലെങ്കിൽ എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലേ, സ്ഫെറിക്കൽ അല്ലേ, ഇതെന്താ ഇങ്ങനെ? ബേസിക്കലി ഹൈബ്രിഡ് ഓർബിറ്റൽസ് വിൽ ഹാവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി അറ്റോമിക് ഓർബിറ്റൽസ്.
യെസ് ആണോ? അപ്പോൾ ഒരു വലിയ ലോബും ഉണ്ടാവും, ഒരു ചെറിയ ലോബും ഉണ്ടാവും. എല്ലാ ഹൈബ്രിഡ് ഓർബിറ്റൽസിനും ഒരു വലിയ ലോബും ഉണ്ടാവും, ചെറിയ ലോബും ഉണ്ടാവും. വലിയ ലോബും ഉണ്ടാവും, ചെറിയ ലോബും ഉണ്ടാവും. ഓക്കെ, എല്ലാ ഹൈബ്രിഡ് ഓർബിറ്റൽസിനും ഒരു വലിയ ലോബും ഉണ്ടാവും, ഒരു ചെറിയ ലോബും ഉണ്ടാവും. ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് പിന്നെ വന്ന് ഒരു ടെട്രാഹെഡ്രൽ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത്. ഒരു ടെട്രാഹെഡ്രൽ രീതിയിൽ അറേഞ്ച് ചെയ്ത് ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ചെയ്യും, ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ചെയ്യും, ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ചെയ്യും, ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ചെയ്യും. ബേസിക്കലി അങ്ങനെയാണ് മീത്തേൻ ഫോം ചെയ്യുന്നത്, ഒരു ടെട്രാഹെഡ്രൽ അറേഞ്ച്മെന്റിലേക്ക് എത്തുന്നത്. അപ്പൊ പ്യോർ അറ്റോമിക് ഓർബിറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ആ കോമ്പൗണ്ടിന് പ്രോപ്പറായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. ഒരു ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ഈ കാണുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തൊരു കോൺസെപ്റ്റാണ് ഹൈബ്രിഡൈസേഷൻ. കാണുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തൊരു കോൺസെപ്റ്റാണ് ഹൈബ്രിഡൈസേഷൻ. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, പ്യോർ അറ്റോമിക് ഓർബിറ്റൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കോമ്പൗണ്ട്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. യെസ് ഓർ നോ? അറ്റോമിക് ഓർബിറ്റൽ ലെവലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് VSEPR തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. VSEPR തിയറി ജസ്റ്റ് ഷേപ്പ് മാത്രമേ പറയുന്നുള്ളൂ. VSEPR തിയറി കൊണ്ട് എന്താണ് ആ ഓർബിറ്റൽ ലെവലിൽ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. അവിടെയാണ് ഹൈബ്രിഡൈസേഷൻ്റെ ഉപയോഗം വരുന്നത്. ഹൈബ്രിഡൈസേഷൻ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെയുള്ള ഈ ഒബ്സർവേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. യെസ് ഓ നോ? നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ചില പോയിന്റ്സ് ഉണ്ട് ഹൈബ്രിഡൈസേഷനെ കുറിച്ച്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ചില പോയിന്റ്സ് ഉണ്ട്, എല്ലാവരും നോക്കാം. നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്, നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്, നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് will be equal to number of atomic orbitals, number of atomic orbitals, number of atomic orbitals combining. ഓക്കെ, ഇപ്പം sp3 നിങ്ങൾ നോക്കിയാലും ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും ആണ് വന്നത്. അങ്ങനെ മൊത്തത്തിൽ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് വന്നത്. അപ്പം എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഹൈബ്രിഡ് ഓർബിറ്റൽസ് are used for sigma bond formation and accommodating lone pair electrons. Okay, pi bond form ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഹൈബ്രിഡ് ഓർബിറ്റൽസ് കൊണ്ട് സിഗ്മ ബോണ്ട് ഫോർമേഷനും ലോൺ പെയർ ഇലക്ട്രോൺസും, സിഗ്മ ബോണ്ട് ഫോർമേഷൻ ഫോം ചെയ്യാൻ പറ്റും, ലോൺ പെയർസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പൈ ബോണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ കൊണ്ട് നടക്കില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹൈബ്രിഡ് ഓർബിറ്റൽസ് എപ്പോഴൊക്കെ ഫോം ചെയ്താലും ആ ഹൈബ്രിഡ് ഓർബിറ്റൽസ് വെച്ചിട്ട് സിഗ്മ ബോണ്ടും ലോൺ പെയർസിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പൈ ബോണ്ട് ഇവന്മാരെ വെച്ചിട്ടല്ല ചെയ്യുന്നത്. സോ ബേസിക്കലി ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ ബേസിക്കലി സിഗ്മ ബോണ്ടും ലോൺ പെയറും എണ്ണിയാൽ പോരെ അല്ലേ? ഹൈബ്രിഡ് ഓർബിറ്റൽസ് വെച്ചിട്ട് സിഗ്മ ബോണ്ടും ഫോം ചെയ്യുന്നുണ്ട്, ലോൺ പെയർസിനെയും അക്കോമഡേറ്റ് ചെയ്യാം. പൈ ബോണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ല ചെയ്യുന്നത്. പൈ ബോണ്ട് പ്യോർ ഓർബിറ്റൽസ് ആണ് ചെയ്യുന്നത്, പ്യോർ അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ചെയ്യുന്നത്. ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ല പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സും നമ്പർ ഓഫ് ലോൺ പെയർസും എണ്ണിയാൽ പോരെ. ബേസിക്കലി സ്റ്റെറിക് നമ്പർ കണ്ടുപിടിച്ചാൽ പോരെ. നമ്മൾ നേരത്തെ കണ്ടില്ലേ സ്റ്റെറിക് നമ്പേഴ്സ്? ആ സ്റ്റെറിക് നമ്പേഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്റ്റെറിക് നമ്പർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. കാരണം എന്താണ്? Hybridization or hybrid orbitals can accommodate sigma bonds and lone pair. Hybrid orbitals can accommodate sigma bonds and lone pairs. So number of sigma bonds and number of lone pairs കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ hybridization ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ എക്സാമ്പിൾസ് തരാം. അതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റെറിക് നമ്പർ is equal to number of sigma bonds plus number of lone pairs, which is ultimately equal to number of hybrid orbitals.
number of hybrid orbitals, number of hybrid orbitals, which is nothing but number of hybrid orbitals. ഇനി ഈ സ്റ്റെറിക് നമ്പർ 2 ആവുമ്പോൾ വരാൻ പോകുന്ന ഹൈബ്രിഡൈസേഷൻ ആണ് SP. ഒരു എസും ഒരു പിയും കൂടി ചേർന്ന്. അപ്പോൾ എത്ര SP ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഫോം ചെയ്യും? 2 SP ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. 2 SP ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ജോമെട്രി വരാൻ പോകുന്നത്, അറേഞ്ച്മെന്റ് വരാൻ പോകുന്നത് ലീനിയർ ആണ്. അറേഞ്ച്മെന്റ് വരാൻ പോകുന്നത് ലീനിയർ അറേഞ്ച്മെന്റ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം സ്റ്റെറിക് നമ്പർ 2 ആണെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് ദ വാലൻസ് ഇലക്ട്രോൺ പെയർസ് വിൽ ബി ലീനിയർ. അത് തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. SP-ക്ക് ലീനിയർ. ഓക്കെ, 3 ആണെങ്കിൽ SP2. SP2-ന് വരാൻ പോകുന്നത് ട്രയഗണൽ പ്ലേനാർ ജോമെട്രി. ട്രയഗണൽ പ്ലേനാർ ജോമെട്രി. 4 ആണെങ്കിൽ SP3 ഹൈബ്രിഡൈസേഷൻ. വരാൻ പോകുന്ന ജോമെട്രി ടെട്രാഹെഡ്രൽ. യെസ് ഓർ നോ? 5 ആണെങ്കിൽ SP3D. വരാൻ പോകുന്ന ജോമെട്രി ട്രയഗണൽ ബൈ പിരമിഡൽ. യെസ് ഓർ നോ? 6 ആണെങ്കിൽ SP3D2. വരാൻ പോകുന്ന ജോമെട്രി ഒക്ടാഹെഡ്രൽ. 7 ആണെങ്കിൽ SP3D3. വരാൻ പോകുന്ന ജോമെട്രി പെന്റഗണൽ ബൈ പിരമിഡൽ. സോ ബേസിക്കലി മൈ ഡിയർ ചാമ്പ്യൻസ്, സ്റ്റെറിക് നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ Q+R/2 വെച്ചിട്ട് സ്റ്റെറിക് നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സിഗ്മ ബോൺസ് കിട്ടും, നമ്പർ ഓഫ് ലോൺ പെയർസ് കിട്ടും. യെസ് ഓർ നോ? അത് വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസും കിട്ടും. ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷേപ്പും അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസും വേറെയാണ്. ഓക്കെ, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിച്ചു. ലെറ്റസ് ഒരു മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ SP3 ആണെന്ന് വെച്ചു. എന്ന് വെച്ചിട്ട് അവന്റെ ഷേപ്പ് ടെട്രാഹെഡ്രൽ അല്ല കേട്ടോ. അറേഞ്ച്മെന്റ് ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് ദ വാലൻസ് ഇലക്ട്രോൺസ് ടെട്രാഹെഡ്രൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നുണ്ട് NS3യുടെ എക്സാമ്പിൾ. NS3യുടെ ഹൈബ്രിഡൈസേഷൻ 4 ആണ്, അല്ലെങ്കിൽ സ്റ്റെറിക് നമ്പർ 4 ആണ്. നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് 4 ആണ്. എന്ന് വെച്ചിട്ട് അവന്റെ ഷേപ്പ് അതല്ല. ഷേപ്പ് നിങ്ങൾക്ക് അറിയാം, NS3യുടെ ഷേപ്പ് വരാൻ പോകുന്നത് പിരമിഡലാണ്. യെസ് ഓർ നോ? അപ്പൊ ഷേപ്പ് എപ്പോഴും VSEPRന്റെ ആ ടേബിൾ വെച്ചിട്ടാണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. യെസ് ഓർ നോ? പെർഫെക്റ്റ് ഓർ നോട്ട്? ഗോട്ട് ഇറ്റ്? നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ SP3D d ഓർബിറ്റൽ എന്ന് പറയുന്നത് dz² ഓർബിറ്റൽ ആയിരിക്കും കേട്ടോ. d ഓർബിറ്റൽ എന്ന് പറയുന്നത് dz² ഓർബിറ്റൽ ആയിരിക്കും. ഒക്ടാഹെഡ്രലില് d ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dz²ഉം dx² - y² ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഒക്ടാഹെഡ്രലിൽ യൂസ് ചെയ്യുന്ന d ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dz²ഉം dx² - y² ആയിരിക്കും. ഓക്കെ, SP3D d ഓർബിറ്റൽ യൂസ് ചെയ്യാൻ പോകുന്നത് dz² ആയിരിക്കും. SP3 യൂസ് ചെയ്യാൻ പോകുന്ന p ഓർബിറ്റൽ px, py, pz ആയിരിക്കും. SP2 യൂസ് ചെയ്യുന്ന p ഓർബിറ്റൽസ് px ആവാം, py ആവാം, അല്ലെങ്കിൽ py ആവാം, pz ആവാം, അല്ലെങ്കിൽ px ആവാം, pz ആവാം. ഏതെങ്കിലും 2 p ഓർബിറ്റൽ. SP യൂസ് ചെയ്യാൻ പോകുന്ന p ഓർബിറ്റൽ px, py, pz. ഇതിൽ 3 ഏതെങ്കിലും ആവാം. ഓക്കെ, നമുക്കപ്പോ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്ക് ഓരോ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞിട്ട് അവന്മാരുടെ നമ്പർ ഓഫ് സിഗ്മ ബോൺസ്, നമ്പർ ഓഫ് ലോൺ പെയർസ്, ഹൈബ്രിഡൈസേഷൻ, ഷേപ്പ്, അറേഞ്ച്മെന്റ്, ഇതെല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, റൈറ്റ് ഫ്രം സ്റ്റാർട്ടിങ്. എവിടെ തൊട്ട്? സ്റ്റാർട്ടിങ് തൊട്ട്. എല്ലാവരും നോക്കുക. സ്റ്റെറിക് നമ്പർ 2 വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. സ്റ്റെറിക് നമ്പർ 2 വെച്ചിട്ട്. ഓക്കെ, സ്റ്റെറിക് നമ്പർ 2 വെച്ചിട്ട് നമ്പർ ഓഫ് സിഗ്മ ബോൺസ് is 2. Number of sigma bonds 2. Number of lone pairs is equal to 0. Number of sigma bonds is equal to 2. Number of lone pairs is equal to 0. Hybridization എന്തായിരിക്കും? Hybridization is equal to SP. Okay, steric number 2 ആണ്. Yes or no? Fine. Examples എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക. BeCl2 is the best example. BeCl2 is the best example. Okay, അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയായിരിക്കും കിട്ടാൻ പോകണമെന്ന് അറിയോ? BeCl2 തരും, എന്നിട്ട് അവന്മാർ
ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന് ചോദിക്കും, സെൻട്രൽ ആറ്റത്തിന്റെ. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് എത്രയാണെന്ന് ചോദിക്കും, നമ്പർ ഓഫ് ലോൺ പെയർസ് എത്രയാണെന്ന് ചോദിക്കും. BeCl2യുടെ സ്റ്റെറിക് നമ്പർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം അല്ലെ. Q വരാൻ പോകുന്നത് n വാല്യൂ എത്രയാണ് വരാൻ പോകുന്നത്, n വാല്യൂ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ ബെറീലിയം 2 പ്ലസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ ക്ലോറിൻ 7 into 2 14 plus 2 16. ഓക്കെ, അപ്പൊ n/8 എത്രയാണ്, n/8 is equal to 16/8, that is equal to 2. അപ്പോൾ Q value is equal to 2, number of sigma bonds is equal to 2, R/2 is equal to 0, number of lone pairs is equal to 0. അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. യെസ് ഓർ നോ? ഞാൻ ഈ കാൽക്കുലേഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഫൈൻ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് BeCl2 ഫോം ചെയ്തത്. BeCl2 ഫോം ചെയ്തത് നിങ്ങൾക്കറിയാം. ബെറീലിയത്തിന്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1s2 2s2 ആണ്. ബെറീലിയത്തിന്റെ കോൺഫിഗറേഷൻ 1s2 2s2 ആണ്. ബെറീലിയം നോക്കുമ്പോൾ ബെറീലിയത്തിന് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. ബെറീലിയത്തിന് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. പക്ഷേ BeCl2ല് 2 ക്ലോറിൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒരു എക്സൈറ്റേഷൻ സംഭവിക്കും. ഒരു എക്സൈറ്റേഷൻ സംഭവിക്കുമ്പോൾ ഇപ്പോൾ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ക്രിയേറ്റ് ആയി. ഈ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ക്രിയേറ്റ് ആയി 1 s ഓർബിറ്റൽ 1 p ഓർബിറ്റൽ. ഇത് രണ്ടും മിക്സ് ചെയ്ത് 2 sp ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഈ 2 sp ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ആണ്. ഒരു sp ഹൈബ്രിഡൈസ് ഓർബിറ്റൽ വിൽ ബി ലൈക്ക് ദിസ്, another one will be like this. ഓക്കെ, അങ്ങനെ അവന്മാർ ക്ലോറിൻ ആയിട്ട് ബോണ്ട് ചെയ്യും. ഫോംസ് എ ബോണ്ട് വിത്ത് ക്ലോറിൻ. ബേസിക്കലി ബോണ്ട് ആംഗിൾ എത്രയാണ് വരാൻ പോകുന്നത്, 180 ഡിഗ്രി. ബോണ്ട് ആംഗിൾ വിൽ ബി 180 ഡിഗ്രി. ഫൈൻ. യെസ് ഓർ നോ? ഈസ് ദാറ്റ് ക്ലിയർ? ഇനി അടുത്ത എക്സാമ്പിൾ എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. അടുത്ത എക്സാമ്പിൾ BeCl2 ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, BeCl2 ഒരു എക്സാമ്പിൾ ആണ്. വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. എല്ലാവരും നോക്കുക. വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. രണ്ടാമത്തെ എക്സാമ്പിൾ NO2 പ്ലസും വരാൻ പോകുന്നത്, ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp ആയിരിക്കും. സ്റ്റെറിക് നമ്പർ എന്തായിരിക്കും, 2 ആയിരിക്കും. എന്തുകൊണ്ടാണ്, നിങ്ങൾ n വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. n വാല്യൂ ഈസ് ഈക്വൽ ടു നൈട്രജന്റെ 5, ഓക്കെ, ഓക്സിജന്റെ 6 into 2 12 -1. എന്തുകൊണ്ടാണ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ ബേസിക്കലി 12 17 16. യെസ് ഓർ നോ? അപ്പൊ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് Q വാല്യൂ എന്താണ്, 16/8, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 16/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. R/2 വരാൻ പോകുന്നത് 0. സോ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് ഇസ് 2, നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് ഈക്വൽ ടു 0. യെസ് ഓർ നോ? ഫൈൻ. ഗോട്ട് ഇറ്റ്. NO2 പ്ലസിന്റെ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. NO2 പ്ലസിന്റെ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. NO2 പ്ലസിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും വരാൻ പോകുന്നത്, NO2 പ്ലസിന്റെ സ്ട്രക്ചർ വരാൻ പോകുന്നത് ഇതാണ്. NO2 പ്ലസിന്റെ സ്ട്രക്ചർ. യെസ് ഓർ നോ? ഇത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. സ്റ്റെറിക് നമ്പർ is equal to 2 തന്നെ. Okay, number of sigma bonds is equal to 2, number of lone pairs is equal to 0. Okay, third example ആണ് ഞാൻ തരാൻ പോകുന്നത്. third example എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BH2+. Okay, third example എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BH2+. Okay, steric number എന്താണ്, steric number n is equal to number of valence electrons on boron 3 plus number of valence electrons on hydrogen. ഹൈഡ്രജന്റെ കേസ് ഞാൻ 7 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേഷൻ സിംപ്ലിസിറ്റിക്ക് 7 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഓക്കെ, എനിക്കറിയാം ഹൈഡ്രജന്റെ വാലൻസ് ഇലക്ട്രോൺസ് ഒന്നാണെന്നുള്ളത്, പക്ഷെ ഇതിന്റെ കാൽക്കുലേഷന് വേണ്ടി 7 എടുക്കാൻ. 14 17 16 അല്ലേ. സോ ബേസിക്കലി Q വാല്യൂ വിൽ ബി ഈക്വൽ ടു 2, R/2 is equal to 0. ഓക്കെ, ഇതിന്റെ സ്ട്രക്ചർ വരാൻ പോകുന്നത് ഇങ്ങനെയാണ്. സോ ബേസിക്കലി നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. യെസ് ഓർ നോ? പെർഫെക്റ്റ് ഓർ നോട്ട് മൈ ഡിയർ ചാമ്പ്യൻസ്? ഗോട്ട് ഇറ്റ്. ഇനി അടുത്തത്, സ്റ്റെറിക് നമ്പർ is equal to 2, number of sigma bonds is equal to 1, number of lone pairs is equal to 1. ഇതിനു വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡിന്റെ എക്സാമ്പിൾ ആണ് അല്ലേ. n വാല്യൂ എത്രയാണ്, കാർബണിന്റെ n വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്, ഓക്സിജന്റെ 6 ആണ്, 10 ആണ്. ഓക്കെ, അപ്പൊ n/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q വാല്യൂ വരാൻ പോകുന്നത് 1. ഓക്കെ, R/2 വരാൻ പോകുന്നത് 2/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 10/8 ചെയ്ത് കഴിഞ്ഞാൽ കോഷ്യന്റ് 1 വരും, റിമൈൻഡർ 2 വരും. 2/2 ഈസ് ഈക്വൽ ടു 1.
1 lone pair, 1 sigma bond. 1 lone pair, 1 sigma bond. എല്ലാവരും നോക്കുക, ഞാനിതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ഹൈബ്രിഡൈസേഷൻ ഏതാണ്? ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് ഇതിനൊക്കെ എസ് പി ആണ് കേട്ടോ. സ്റ്റെറിക് നമ്പർ 2 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് എസ് പി ആണ്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ വിൽ ബി എസ് പി. കാർബൺ മോണോക്സൈഡിൻ്റെയും എസ് പി ആണ്. എങ്ങനെയാണ് മക്കളെ? കാർബണിൻ്റെ കോൺഫിഗറേഷൻ എടുക്കുക. കാർബണിൻ്റെ കോൺഫിഗറേഷൻ വാലൻഷ്യൽ കോൺഫിഗറേഷൻ 2s2 2p2. ഓക്കെ, 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. ഓക്കെ, യെസ് ഓ നോ? ഫൈൻ. ഈ ഒരു എസും ഈ ഒരു പിയും കൂടി കമ്പൈൻ ചെയ്യും. ഓക്കെ, എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. സോ ബേസിക്കലി ഒരു എസ് പി ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഒരു ലോൺ പെയർ ഉണ്ട്. മറ്റേ എസ് പി വെച്ചിട്ട് അവനൊരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും ഓക്സിജനായിട്ട്. യെസ് ഓ നോ? എന്നിട്ട് ഈ ഇരിക്കുന്ന അൺപെയർഡ് ഇലക്ട്രോൺ വെച്ചിട്ട് ഒരു പൈ ബോണ്ടും ഫോം ചെയ്യും. ഓക്കെ, ഓക്സിജൻ ഓൾറെഡി 2 ലോൺ പെയർസ് ഉണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഓക്സിജന് 2 ലോൺ പെയർസ് ഉണ്ട്. കാർബൺ ഇവിടെ ഒരു വേക്കന്റ് ഓർബിറ്റൽ ഉണ്ട്. ആ വേക്കന്റ് ഓർബിറ്റലിലേക്ക് ഓക്സിജൻ ഒരു കോർഡിനേറ്റ് ബോണ്ടും ഫോം ചെയ്യും. സോ ബേസിക്കലി ഇതാണ് കാർബൺ മോണോക്സൈഡിന്റെ സ്ട്രക്ചർ. യെസ് ഓ നോ? ഫൈൻ. ഈ കാണുന്ന വേക്കന്റ് ഓർബിറ്റലിലേക്ക് ഓക്സിജൻ ഒരു കോർഡിനേറ്റ് ബോണ്ടും ഫോം ചെയ്യും യൂസിങ് ദാറ്റ് ലോൺ പെയർ. സിമ്പിൾ. യെസ് ഓ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? പെർഫെക്റ്റ്. അടുത്തത് എന്താണ്? സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp2. വരാൻ പോകുന്ന കോമ്പിനേഷൻ എന്താണ്? നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ഇസ് ഈക്വൽ ടു 3, നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് ഈക്വൽ ടു 0. ഹൈബ്രിഡൈസേഷൻ എന്തായാലും sp2 ആയിരിക്കും. എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BX3. ഓക്കെ, AlCl3. ഇവന്മാരുടെ ഒക്കെ എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. BX3, AlCl3 ഇവന്മാരുടെയൊക്കെ എന്താണ് വരാൻ പോകുന്നത്? എൻ വാല്യൂ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിയുടെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്താണ്? ബോറോണിന്റെ 3 ആണ്, ഹാലജന്റെ 7 ആണ്. 7 × 3 21 24. യെസ് ഓ നോ? സോ n ഡിവൈഡഡ് ബൈ 8. കോഷ്യന്റ് വരാൻ പോകുന്നത് എന്താണ്? കോഷ്യന്റ് 3, റിമൈൻഡർ വരാൻ പോകുന്നത് 0. R/2 is equal to 0. സോ 3 സിഗ്മ ബോണ്ട്സ്, 0 ലോൺ പെയർസ്. ഇനി ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഹൈബ്രിഡൈസേഷനിൽ ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ബോറോണിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p1 ആണ്. 1s2 2s2 2p1 ആണ്. ഓക്കെ, 2 electrons over here, 1 electron over here, 2 electron over here, 1 electron over here. ബോറോൺ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ബോറോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് 3 ഹാലജൻസ് വരും. 3 ഹാലജൻസ് വരുമ്പോൾ ബോറോണിന് അറിയാം 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആകെ ഒറ്റ അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. എക്സൈറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്ത് പറ്റും? ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എവിടെ വരും? 2 അൺപെയർഡ് ഇലക്ട്രോൺ ഇവിടെ വരും. ഈ എസ് ഓർബിറ്റിലും ഈ 2 പി ഓർബിറ്റിലും യൂസ് ചെയ്ത് 3sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഈ sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഫോം ചെയ്ത് കഴിഞ്ഞ് എന്തായിരിക്കും അറേഞ്ച്മെന്റ്? ട്രയഗണൽ പ്ലെയിനാർ അറേഞ്ച്മെന്റിലായിരിക്കും നിൽക്കാൻ പോകുന്നത്. യെസ് ഓ നോ? 3sp2 hybridized orbitals in a trigonal planar arrangement. So basically boron ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതൊന്ന്, ഇത് 2, ഇത് 3. ഇവിടെ ഒരു ക്ലോറിൻ വരും. ഇപ്പോൾ ക്ലോറിൻ ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു ക്ലോറിൻ വരും, ഇവിടെ ഒരു ക്ലോറിൻ വരും. യെസ് ഓ നോ? ട്രയാഗണൽ പ്ലെയിനാർ ജോമെട്രി. പെർഫെക്റ്റ് ഓർ നോട്ട്? എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം മൈ ഡിയർ ചാമ്പ്യൻസ്. മൈ ഡിയർ സ്റ്റുഡൻസ്. പെർഫെക്റ്റ്. മനസ്സിലായോ? നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടി ഞാൻ തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഒറ്റൊരു എക്സാമ്പിളും കൂടെ. വളരെ പാടുപെട്ടൊരു വാക്കാണത്. എല്ലാവരും നോക്കുക. NO3 മൈനസും കൂടി ഞാൻ തരാം. എല്ലാവരും നോക്കുക. NO3 മൈനസ്. N വാല്യൂ എന്താണ്? N വാല്യൂ is equal to number of valence electrons in nitrogen 5. Okay. Plus oxygen എന്താണ്? 6 ആണ്. 6 × 3 plus 1. So that is equal to 18, 23, 24. 24 ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. Q is equal to 3, R/2 is equal to. So 3 sigma bonds, 0 lone pairs. ഇനി NO3 മൈനസിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. നൈട്രജന്റെ കോൺഫിഗറേഷൻ വരുന്നത് 2s2 2p3 ആണ്. ഓക്കെ, 2s2 2p3 ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, 3 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, 3 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്.
നൈട്രജൻ അറിയാം 3 ഓക്സിജൻ അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്ന്. 3 ഓക്സിജൻ അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്ന് അറിയാം. യെസ് ഓ നോ? ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് എന്താണ്? sp2. ഓക്കെ, ഒരു എസ് 2 പി, ഒരു എസ് 2 പി. യെസ് ഓ നോ? അപ്പം ഈ അൺപെയർഡ് ഇലക്ട്രോൺ വെച്ചിട്ട്, ഈ ബാക്കി വരുന്ന അൺപെയർഡ് ഇലക്ട്രോൺ വെച്ചിട്ട് അവനൊരു പൈ ബോണ്ട് ഫോം ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു അറ്റോമിക് ഓർബിറ്റൽ, ഒരു പ്യുവർ അറ്റോമിക് ഓർബിറ്റൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബേസിക്കലി പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി NO3- സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ 3 സിഗ്മ ബോണ്ട്, ഒബ്വിയസ്ലി ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് വെച്ചിട്ട് 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇനിയുള്ള ബാക്കിയുള്ള ഈ ഒരുത്തം വെച്ചിട്ട് ഒരു പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ ഇവിടെ ഓൾറെഡി 2 ഇലക്ട്രോൺ ഇല്ലേ, ആ 2 ഇലക്ട്രോൺ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തത്? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്റ് ബോണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതിൽ ഒരു ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേറ്റ് ബോണ്ടാണ്. ഈ വരുന്ന അൺപെയർഡ് ഇലക്ട്രോൺ വെച്ചിട്ട് പൈ ബോണ്ടും ഫോം ചെയ്തു. ഗോട്ട് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓ നോ? NO3- സ്ട്രക്ചർ ഇതാണ്. ഫൈൻ, ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ മൈ ഡിയർ സ്റ്റുഡൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ വരാൻ പോകുന്നത് ട്രൈഗണൽ പ്ലെയിനാർ ആണ്. ഓക്കെ, നെക്സ്റ്റ് Sn is equal to 3. തന്നെ. ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp2 തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷെ കോമ്പിനേഷൻ വരാൻ പോകുന്നത് നമ്പർ ഓഫ് സിഗ്മ ബോൺസ് ഇസ് ഈക്വൽ ടു 2, നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് ഈക്വൽ ടു 1. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് ഇസ് ഈക്വൽ ടു 2, നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ജോമെട്രി എന്താണ്? ജോമെട്രി വരാൻ പോകുന്നത് ബെൻറ്റ് ആയിരിക്കും. ഓക്കെ, ബെൻറ്റ് ഓർ ആംഗുലാർ ഷേപ്പ് ആയിരിക്കും വരാൻ പോകുന്നത്. ബെൻറ്റ് ഓർ ആംഗുലാർ ഓർ വി ഷേപ്പ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, യെസ് ഓ നോ? എല്ലാവരും നോക്കുക. ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? നമ്മൾ ഇന്നലെ തന്നെ ചെയ്തു കഴിഞ്ഞു, SO2. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SO2. N വാല്യൂ എന്താണ്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ സൾഫർ 6. ഓക്സിജൻ എന്താണ്? 6 തന്നെ. 6 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 മൈ ഡിയർ സ്റ്റുഡൻസ്. സോ N/8 എടുക്കുകയാണെങ്കിൽ Q വാല്യൂ എന്ത് കിട്ടും? 18/8 2 കിട്ടും അല്ലേ? R വാല്യൂ എന്തായിരിക്കും? R വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ R/2 1 ആയിരിക്കും. സോ 2 സിഗ്മ ബോണ്ട് ഒരു ലോൺ പെയർ. സൾഫറിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സൾഫറിന്റെ SO2ന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും വരാൻ പോകുന്നത്. SO2ന്റെ സ്ട്രക്ചർ ഇതായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് എക്സ്പ്ലനേഷൻ വേണം. സാർ എങ്ങനെയാണ് പൈ ബോണ്ട് ഞാൻ ഇട്ടത്? എല്ലാവരും നോക്കുക, വളരെ സിമ്പിൾ ആണ്. സൾഫറിന്റെ കോൺഫിഗറേഷൻ എന്താണ്? സൾഫറിന്റെ കോൺഫിഗറേഷൻ 3s2 3p4 ആണ്. 3s2 3p4 ആണ്. ഓക്കെ, 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, 4 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. ഓക്കെ, 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, 4 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ d ഓർബിറ്റൽസ് വേക്കൻ്റ് ആണ്. കാര്യം 3d ഓർബിറ്റൽസും ഉണ്ട്, വേക്കൻ്റ് 3d, അൺഓക്യുപ്പൈഡ് 3d ഓർബിറ്റൽസും ഉണ്ട്. ഇനി സൾഫർ നോക്കുമ്പോൾ സൾഫറിന് വേണ്ട എന്താണ്? 2 അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. ശരി, സൾഫറിന് ഓൾറെഡി അറിയാം സൾഫറിന് ഉണ്ടാവാൻ പോകുന്നത് ഒരു ലോൺ പെയർ ആണെന്നുള്ളത്. ഒരു ലോൺ പെയർ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഒരു ലോൺ പെയർ ഉണ്ടാവും, 2 സിഗ്മ ബോൺസും ഉണ്ടാവും. ഓക്കെ, ഒരു ലോൺ പെയറും ഉണ്ടാവും, 2 സിഗ്മ ബോൺസും ഉണ്ടാവും. അപ്പോൾ ഈ ഉള്ള 2 ലോൺ പെയറിൽ ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ലോൺ പെയറിനെ എടുത്ത് കളഞ്ഞൂടെ? ഒരു ലോൺ പെയറിനെ എക്സൈറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് ഇടുക. ഇവൻ മാത്രം ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നിങ്ങൾ കാണുന്നത് ഐ എം യൂസിങ് ഓൾ ദീസ് തിയറീസ് ടുഗെദർ. എൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് ഈ എല്ലാ തിയറീസും ഞാൻ ഉപയോഗിക്കുകയാണ്. ഞാൻ ഈ സ്ട്രക്ചർ എനിക്ക് ഓൾറെഡി അറിയാം ഒരു ലോൺ പെയർ ഉള്ളൂ. സൾഫറിന് 2 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഒരു ലോൺ പെയറിനെ എക്സൈറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് ഇടുക. ഇപ്പൊ ഒരു ലോൺ പെയർ ആയി, 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ആയി. ഇനി വരാൻ പോകുന്ന ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2. അപ്പൊ 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. 2 അൺപെയർഡ് ഇലക്ട്രോൺ ഇൻ പ്യുവർ ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ 2 പൈ ബോണ്ട് ഫോർമേഷൻ. 2 അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 2 പൈ ബോണ്ട് ഫോർമേഷൻ. സോ ബേസിക്കലി S വരയ്ക്കുക, 2 സിഗ്മ ബോണ്ട് ഇടുക, ഒരു ലോൺ പെയർ ഇടുക. ഓക്കെ, ഓക്സിജൻ ഇവിടെ ഒരു പൈ ബോണ്ട്, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു p ഓർബിറ്റലാണ്. ഈ p ഓർബിറ്റലാണ് ഒരു പൈ ബോണ്ട് ഫോം ചെയ്യണം. ഇവിടെ ഒരു d ഓർബിറ്റലാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്സിജന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓക്സിജൻ എപ്പോഴും ബോണ്ട് ഫോം ചെയ്യാൻ പോകുന്നത് p ഓർബിറ്റൽസ് ആയിട്ടായിരിക്കും അല്ലെ? ഓക്സിജന്റെ p ഓർബിറ്റൽസ് ആണ്. ഒരു സിഗ്മ ബോണ്ട് ഈ അൺപെയർഡ് ഇലക്ട്രോൺ ഫോം ചെയ്യും, മറ്റേത് കൊണ്ട് പൈ ബോണ്ടും ഫോം ചെയ്യും. സോ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ SO2 സ്ട്രക്ചറിൽ
SO2 structure there is one p pi d pi bond. One p pi d pi bond. Pi bond. എന്താണ് 1 p pi d pi? അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൾഫറിലെ ഒരു d orbital is used to form a pi bond. And that pi bond is formed with the p orbital of oxygen. ആ pi bond, ഈ d orbital of sulfur is used to form a pi bond with p orbital of oxygen. അപ്പോൾ ഒരു p pi d pi bond ആണ് അവിടെ ഫോം ചെയ്യുന്നത്. പൈ ബോണ്ട് തന്നെ, പക്ഷെ p orbital of oxygen d orbital of sulfur. മറ്റേ ബോണ്ട് എന്താണ്? p orbital of sulfur and p orbital of oxygen. അല്ലേ? ഇവിടെയുള്ള രണ്ട് പൈ ബോണ്ടിൽ ഇപ്പൊ ഈ ഒരു പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ ഐ കോൾ ഇറ്റ് ആസ് p pi d pi പൈ ബോണ്ട്. ഇതിൽ ഈ പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p pi തന്നെ ആയിരിക്കും. കാര്യം എന്താ? സൾഫറിന്റെ ഒരു p ഓർബിറ്റലും മറ്റേ d ഓർബിറ്റലും ആണ് യൂസ് ചെയ്യുന്നത് പൈ ബോണ്ട് ഫോം ചെയ്യാൻ. ഈ p ഓർബിറ്റൽ വിൽ ഫോം എ പൈ ബോണ്ട് വിത്ത് ഓക്സിജൻസ് p ഓർബിറ്റൽ. ഈ d ഓർബിറ്റൽ വിൽ ഫോം എ പൈ ബോണ്ട് വിത്ത് ദി അതർ ഓക്സിജൻസ് p ഓർബിറ്റൽ. സോ p pi d pi യും p pi യും ഫോം ചെയ്യുന്നുണ്ട്. ഇത്രയും ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? യെസ് ഓർ നോ? അടുത്തത് നോക്കുകയാണ് മക്കളെ, സ്റ്റെറിക് നമ്പർ. അടുത്തത് നോക്കുകയാണ് മക്കളെ, എല്ലാവരും നോക്കുക. സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 4. സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 4. ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp3 ആണ് അല്ലേ? നമ്പർ ഓഫ് സിഗ്മ ബോൺസ്, ആദ്യത്തെ സെറ്റ് നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 4 ആയിട്ട് വെക്കാം. നമ്പർ ഓഫ് ലോൺ പേഴ്സ് നമുക്ക് 0. ഓക്കെ, നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 4, നമ്പർ ഓഫ് ലോൺ പേഴ്സ് 0. വരാൻ പോകുന്ന ഷേപ്പ് എന്താണ്? ടെട്രാഹെഡ്രൽ. ഷേപ്പ്. ഓക്കെ, വരാൻ പോകുന്ന ഷേപ്പ് ടെട്രാഹെഡ്രൽ ഷേപ്പ്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മീഥൈൻ്റെ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ NH4+. ഓക്കെ, തേർഡ് എക്സാമ്പിൾ NF4+. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും n വാല്യൂ എന്താണ്? n വാല്യൂ ഈസ് ഈക്വൽ ടു നൈട്രജൻ്റെ n വാല്യൂ 5. ഹൈഡ്രജൻ ആയാലും ഹാലജൻ ആയാലും 7 ആയിട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞു. ഹാലജൻ്റെ എന്തായാലും 7 ആണ്, ഹൈഡ്രജൻ്റെ 7 ആയിട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 7 × 4 28, 33 -1 32 അല്ലേ? അപ്പോൾ n/8 എന്താണ്? n/8 എടുത്തു കഴിഞ്ഞാൽ Q വാല്യൂ വരാൻ പോകുന്ന 32/8 അല്ലേ? 4. R/2 വരാൻ പോകുന്നത് 0. R/2 is equal to 0. Yes or no? Fine. Yes or no, my dear champions? Got it? ഇനി ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവിക്കുന്നതെന്ന്. നൈട്രജന്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p3 ആണ്. 1s2 2s2 2p3 ആണ്. 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, 3 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, 3 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ഇത് 4ഉം ഫോം ചെയ്യും. ഓക്കെ, യെസ് ഓർ നോ? ഇത് 4ഉം കൂടി ചേർന്ന് 4 sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ ആയിരിക്കും. ഓക്കെ, ഇതിൽ 3 എണ്ണം ഉപയോഗിച്ച് നൈട്രജൻ എന്ത് ചെയ്യും? സിഗ്മ ബോണ്ട് ഫോം ചെയ്യും 3 ഹൈഡ്രജൻ ആയിട്ട്. ഓക്കെ, നാലാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റലിൽ ലോൺ പെയർ ആണ്. അത് വെച്ചിട്ട് ആ ലോൺ പെയർ വെച്ചിട്ട് നൈട്രജൻ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും ഒരു H+ ആയിട്ട്. ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ NH3 ഒരു H+നെ മീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ NH4+. H+ൽ ഒരു വേക്കൻ്റ് ഓർബിറ്റൽ ഉണ്ട്, നൈട്രജൻ ഇപ്പോൾ ഒരു ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ വെച്ചിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും. sp3 ഹൈബ്രിഡൈസേഷൻ. എവറിത്തിങ് ഈസ് കണക്റ്റഡ്, എവറിത്തിങ് ഈസ് മേക്കിംഗ് സെൻസ് റൈറ്റ് നൗ. അങ്ങനെ നൈട്രജൻ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായി. യെസ് ഓർ നോ? പെർഫെക്റ്റ്. എല്ലാവരും നോട്ട് ചെയ്യുക, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്നും കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം. യെസ് ഓർ നോ? ഫൈൻ. അടുത്തത് വരുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്.
ഓക്കെ. അടുത്ത എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? അടുത്തത് സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 4 തന്നെ, അതായത് sp3 തന്നെയായിരിക്കും ഹൈബ്രിഡൈസേഷൻ. പക്ഷെ കോമ്പിനേഷൻ വരാൻ പോകുന്നത് എന്താണ്? നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ്. എല്ലാവരും നോക്കുക, കോമ്പിനേഷൻ വരാൻ പോകുന്നത് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് is equal to 3, number of lone pairs is equal to 1. ഷേപ്പ് എന്താണ്? പിരമിഡൽ ഷേപ്പ്. ഓക്കെ. എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, NH3യുടെ എക്സാമ്പിൾ. യെസ് ഓ നോ? NH3യുടെ എക്സാമ്പിൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക? സപ്പോസ് നൈട്രജന്റെ കേസ് എടുക്കുകയാണ്. നൈട്രജൻ 2s2 2p3 ആണ്. 2s2 2p3 ആണ്. 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, 3 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, അല്ലെ? 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, 3 ഇലക്ട്രോൺ. വെൻ ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് ബൈ 3 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ അറ്റാക്ക് ചെയ്യുന്നു, നൈട്രജൻ ഹൈബ്രിഡൈസേഷൻ മാറ്റുന്നു, ഹൈബ്രിഡൈസേഷനിലേക്ക് പോകുന്നു. സോ sp3 ഹൈബ്രിഡൈസേഷൻ. ഈ sp3 ഹൈബ്രിഡൈസേഷനിൽ ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഒരു ലോൺ പെയർ ഉണ്ടാവും, ബാക്കിയുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് വെച്ചിട്ട് ഹൈഡ്രജൻ ആയിട്ട് ബോണ്ട് ചെയ്യും, അല്ലേ? ബേസിക്കലി പിരമിഡൽ ജോമെട്രിയിലേക്ക് എത്തും. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ്. ബോണ്ട് ആംഗിൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 107 ആണ് കേട്ടോ. 107 ഡിഗ്രിയാണ്. കാര്യം എന്താണ്? ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ കൂടുതലാണ്. മേളിൽ നിന്നുള്ള ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ കൂടുതലാണ്. യെസ് ഓർ നോ? പെർഫെക്റ്റ്. ദയവ് ഇത് നോട്ട് ചെയ്യാം മൈ ഡിയർ ചാമ്പ്യൻസ്. ദയവ് ഇത് നോട്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ് ഇന്നലെ. ഇത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. ഓക്കെ. അടുത്ത എക്സാമ്പിൾ എന്താണ്? അടുത്ത എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ SO3 2-. എല്ലാവരും നോക്കുക, SO3 2-, അല്ലെ? N വാല്യൂ എന്താണ്? എല്ലാവരും നോക്കുക, N വാല്യൂ എന്താണ്? N വാല്യൂ is equal to 6 for sulfur. Oxygen 6, okay, plus 2, so that is equal to 18 24 26. So N/8 എന്താണ്? N/8 എന്ന് പറയുമ്പോൾ Q വാല്യൂ 26 divided by 8 വരാൻ പോകുന്നത് 3, okay. R/2 വരാൻ പോകുന്നത് 1. Yes or no? So 3 and 1. Yes or no? 3 സിഗ്മ ബോണ്ട്സ്, ഒരു ലോൺ പെയർ. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രൂവ് ചെയ്യാണ്. അതായത് SO3 2- നിങ്ങൾക്ക് നീറ്റ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, Q വാല്യൂ. നമ്പർ ഓഫ് ലോൺ പെയർസും കണ്ടുപിടിക്കാം, R/2 വാല്യൂ. അത് കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ 3+1 കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെറിക് നമ്പറായി sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് കിട്ടും. യെസ് ഓ നോ? ഇനിയുള്ള എന്താണ്? ഇനിയുള്ളത് പൈ ബോണ്ട്സിനെ കുറിച്ചാണ്. സൾഫറിന്റെ കോൺഫിഗറേഷൻ നോക്കുക. സൾഫറിന്റെ കോൺഫിഗറേഷൻ 3s2 3p4 ആണ്. സൾഫറിന്റെ കോൺഫിഗറേഷൻ 3s2 3p4 ആണ്. 2 ഇലക്ട്രോൺ ഇവിടെ, 4 ഇലക്ട്രോൺ ഇവിടെ. ഓക്കെ. സൾഫറിന് 3D ഓർബിറ്റൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി SO3 2- എത്ര ലോൺ പെയർ ഉണ്ട്? ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പൊ ഒരു ലോൺ പെയറിനെ എടുത്ത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ എന്ത് കിട്ടും? അപ്പോൾ കിട്ടുന്നത് ഇതാണ്, അല്ല? ഇങ്ങനെ ഒരു ഇലക്ട്രോൺ കിട്ടി. സോറി, ഇവിടെ ഉള്ള ഇത് വേണ്ട. ഓക്കെ. അപ്പൊ മൊത്തത്തിൽ 4 അൺപെയർഡ് ഇലക്ട്രോൺ കിട്ടി, ഒരു ലോൺ പെയർ കിട്ടി. 4 അൺപെയർഡ് ഇലക്ട്രോൺ കിട്ടി, ഒരു ലോൺ പെയർ കിട്ടി. ഇനി എന്താണ് സൾഫർ ചെയ്യുക? ആ ഒരു ലോൺ പെയറിനെ കൊണ്ട് ഒരു ഓർബിറ്റിൽ കൊണ്ടിടും. യെസ് ഓ നോ? ബാക്കിയുള്ളത് വെച്ചിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ അതുകൊണ്ട് തീർന്നോ? ഇല്ല, അതുകൊണ്ട് തീർന്നില്ല. ഈ ഒരു ഇത് 4 വെച്ചിട്ട് sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. ഒരു sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റലിൽ ഒരു ലോൺ പെയർ ഉണ്ട്. ബാക്കി 3 sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ വെച്ചിട്ട് 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഈ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വെച്ചിട്ട് ഒരു പൈ ബോണ്ടും ഫോം ചെയ്തു. ഇതാണ് SO3 2- സ്ട്രക്ചർ. കണ്ട് ഇപ്പൊ എല്ലാം എവറിത്തിങ് ഇസ് മേക്കിംഗ് സെൻസ്. അവർ ചോദിക്കാൻ എത്ര d-pi p-pi ബോണ്ട് ഉണ്ട്? ഇത് ഒരു d ഓർബിറ്റലാണ്. ഓക്സിജൻ യൂസ് ചെയ്യാൻ പോകുന്നത് p ഓർബിറ്റലാണ്. സോ ബേസിക്കലി ഒരു d-pi p-pi ബോണ്ട് ഉണ്ടാവും. എന്തിന്? SO3 2-. യെസ് ഓ നോ? പെർഫെക്റ്റ് ആണോ? ഇതെല്ലാം മനസ്സിൽ കാണണം മൈ ഡിയർ സ്റ്റുഡൻസ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് എടുക്കുകയാണ് സ്റ്റെറിക് നമ്പർ 4 തന്നെ വെക്കാം. സ്റ്റെറിക് നമ്പർ 4 ആണെങ്കിൽ എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ. ശരി, sp3 ഹൈബ്രിഡൈസേഷൻ. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് 2 ആയിട്ട് വെച്ചു. നമ്പർ ഓഫ് ലോൺ പെയർസ്
നമ്പർ ഓഫ് ലോൺ പെയർസും 2 ആയിട്ട് വെച്ചു. ഷേപ്പ് വരാൻ പോകുന്നത് എന്താണ്? ഷേപ്പ് വിൽ ബി ഈസ് ഈക്വൽ ടു ഷേപ്പ് എന്താണ്? ഷേപ്പ് വിൽ ബി ബെൻഡ് ഷേപ്പ് ആണ് വരാൻ പോകുന്നത്. ബെൻഡ് ഷേപ്പ് ആണ് വരാൻ പോകുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ വാട്ടർ അല്ലേ? എന്താണ് എൻ വാല്യൂ? എന്താണ് ഓക്സിജന്റെ എൻ വാല്യൂ 6, ഹൈഡ്രജന്റെ 7 ആയിട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 7 × 2 14 20. അപ്പൊ n/8 എന്താണ്? 20/8. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു മിനിറ്റ്, നമ്പർ ഓഫ് 6 അല്ലേ? 6 7 × 2 14 20. 20/8 എന്ന് പറയുമ്പോൾ 16. ഓക്കെ, 2. Q വാല്യൂ ഈസ് ഈക്വൽ ടു 2, R വാല്യൂ ഈസ് ഈക്വൽ ടു 2. R വാല്യൂ 4 ആണ് വരിക. അപ്പോൾ ഇവിടെ 2 വരും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇന്നലെ ചെയ്തതാണ്. ബേസിക്കലി നമ്മൾ ഇനി കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഓക്സിജൻ ചെയ്യുന്നതെന്നാണ്. ഓക്സിജന്റെ കോൺഫിഗറേഷൻ എന്താണ്? 2s2 2p4 ആണ്. ഓക്സിജന്റെ കോൺഫിഗറേഷൻ 2s2 2p4 ആണ്. 2 ഇലക്ട്രോൺ ഇവിടെ, 4 ഇലക്ട്രോൺ ഇവിടെ. ഓക്കെ, 2 ഇലക്ട്രോൺ ഇവിടെ, 4 ഇലക്ട്രോൺ ഇവിടെ. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ എന്താണ് ചെയ്യുന്നത്? ഓക്സിജൻ അറിയാം, ഓക്സിജന് 2 ലോൺ പെയർ ഉണ്ട്. ഓക്കെ, 2 ലോൺ പെയർ വേണം, 2 സിഗ്മ ബോണ്ട് വേണം. അപ്പൊ എന്ത് ചെയ്യും? sp3 ഹൈബ്രിഡൈസേഷനിലേക്ക് പോകും. എക്സൈറ്റേഷൻ ഒന്നും വേണ്ട, ഓൾറെഡി 2 ലോൺ പെയർ ഉണ്ട്, 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോൾ ഒരു sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ മറ്റേ sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ മറ്റേത് രണ്ടും വെച്ചിട്ട് സിഗ്മ ബോണ്ടും ഫോം ചെയ്യും. ഇത് രണ്ടും വെച്ചിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും, മറ്റേത് 2ലും ലോൺ പെയറിനെ കൊണ്ടിടും. ഇതാണ് ഓക്സിജൻ ചെയ്യുന്നത്. ദിസ് ഈസ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ എവറിത്തിങ് ഈസ് മേക്കിംഗ് സെൻസ്. എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് അല്ലേ? ദയവായി ഇത് നോട്ട് ചെയ്യുക മൈ ഡിയർ സ്റ്റുഡൻസ്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ദയവായി ഇത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വരാൻ പോകുന്ന എക്സാമ്പിൾ എന്താണ്? എല്ലാവരും നോക്കുക. നെക്സ്റ്റ് വരാൻ പോകുന്ന എക്സാമ്പിള് Cl2O. ഓക്കെ, എൻ വാല്യൂ എന്താണ്? എൻ വാല്യൂ വരാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും, H2O പോലെ തന്നെ Cl2O. ഓക്കെ, ക്ലോറിനും നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. ഓക്കെ, ഹൈഡ്രജന്റെ 1 ആണ്, പക്ഷെ ഞാൻ 7 ആയിട്ട് അവിടെ എടുത്തു അല്ലേ? അപ്പൊ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 2, നമ്പർ ഓഫ് ലോൺ പെയർസ് 1. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 2, നമ്പർ ഓഫ് ലോൺ പെയർസ് 1. ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ്, ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp3 ആയിരിക്കും. എങ്ങനെയാണ് വരാൻ പോകുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക. യെസ് ഓർ നോ? ഫൈൻ, ഗോട്ട് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ NH2- ആണ്. NH2- എൻ വാല്യൂ എന്തായിരിക്കും? നൈട്രജൻ 5 ആണ്, ഹൈഡ്രജന്റെ 7 ആയിട്ട് എടുക്കാൻ പറഞ്ഞു. 7 × 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 തന്നെ. അപ്പോൾ ഇത് തന്നെ വരും. യെസ് ഓർ നോ? ഫൈൻ, ഗോട്ട് ഇറ്റ്. NH2- സ്ട്രക്ചറും വരാൻ പോകുന്നത് 2 ലോൺ പെയർ ഉണ്ടാവും, 2 സിഗ്മ ബോൺസും ഉണ്ടാവും. 2 ലോൺ പെയർ ഉണ്ടാവും, 2 സിഗ്മ ബോൺസും ഉണ്ടാവും. ഫൈൻ, got it. Next sp3d hybridization. Steric number എന്ന് പറയുമ്പോൾ steric number എന്താണ്? Steric number വെക്കാൻ പോകുന്നത് steric number is equal to 5. Okay, hybridization sp3d. Number of sigma bonds is equal to 5 വെക്കാം, number of lone pairs is equal to 0 വെക്കാം. That is the first combination. Number of sigma bonds is equal to 5, number of lone pairs is equal to 0. Yes or no? Shape വരാൻ പോകുന്നത് എന്താണ്? Trigonal bipyramidal, 3BP geometry. Trigonal bipyramidal. Yes or no? Examples എന്താണ്? PCl5 അല്ലെങ്കിൽ PF5 is an example. Yes or no? എങ്ങനെയാണ് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കുക? ഫോസ്ഫറസിന്റെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 3s2 3p3 അല്ലേ? 3s2 3p3
3s2 3p3. ഫോസ്ഫറസ് ഇങ്ങനെ സുഖിച്ച് നടക്കുമ്പോൾ 5 ക്ലോറിൻ അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. 5 ക്ലോറിൻ അറ്റാക്ക് ചെയ്യുമ്പോൾ 5 സിഗ്മ ബോൺസ് വേണം. അതിന് എത്രയുണ്ട്? 3 അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. 3 അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഫോസ്ഫറസ് ഈ ഉള്ളവനെ പിടിച്ച് എക്സൈറ്റ് ചെയ്ത് 3D കൊണ്ടുപോകും. കാര്യം ഫോസ്ഫറസിന് 3D ഓർബിറ്റൽസ് ഉണ്ട്. സോ ബേസിക്കലി ഒരു ഇലക്ട്രോൺ ഇവിടെ, 3 ഇലക്ട്രോൺ ഇവിടെ, യെസ് ഓ നോ? ഒരു ഇലക്ട്രോൺ ഇവിടെ, sp3d. ഇത് എല്ലാം കൂടി ചേർന്ന് 5 sp3d ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആ 5 എണ്ണം വിൽ അലൈൻ അക്കോർഡിംഗ് ടു ട്രയാഗണൽ ബൈപിരമിഡൽ ജോമെട്രി. Got it? മനസ്സിലായോ? ഫൈൻ. Is that clear? വേറെയുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എല്ലാവരും നോക്കുക. വേറെയുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? XeO3F2 നോക്കാം. XeO3F2 നോക്കട്ടെ. N വാല്യൂ എന്താണ്? N വാല്യൂ is equal to 8. Xenന്റെ 8, ഓക്സിജന്റെ 6 into 3 plus 7 into 2, 14 plus 18, 32, that is equal to 40. അല്ലേ? 40 ആണ് വരുന്നത്. സോ n/8 നോക്കുകയാണെങ്കിൽ Q വാല്യൂ വരാൻ പോകുന്നത് 40 divided by 5, that is equal to 40 divided by 8. Q വാല്യൂ വരാൻ പോകുന്നത് എത്രയാണ്? 5 ആണ് വരാൻ പോകുന്നത്. അല്ലേ? Q വാല്യൂ വരാൻ പോകുന്നത് 5, അതായത് 5 സിഗ്മ ബോൺസ് ഉണ്ട്. R/2 വരാൻ പോകുന്നത് 0. ഇവിടെയും അത് തന്നെ ആയിരിക്കും കേട്ടോ, ഞാനത് കാണിച്ചില്ല എന്നുള്ളൂ. ഓക്കെ, ഇനി എക്സിയുടെ കളി നോക്കാം. എക്സി എന്ന് പറയുമ്പോൾ ഹീലിയം 2s2 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഓക്കെ, നിയോൺ 2s2 2p6, ആർഗൺ 3s2 3p6. യെസ് ഓ നോ? ഫൈൻ. ക്രിപ്റ്റോൺ 4s2 4p6. യെസ് ഓ നോ? Xenon 5s2 5p6. യെസ് ഓ നോ? ഫൈൻ. അപ്പോൾ എല്ലാവരും നോക്കുക. Xenonന്റെ വരാൻ പോകുന്നത് 5s2 5p6 ആണ്. 5s2 5p6 ആണ്. അല്ലെ? 5s2 5p6. 5s ഇവിടെ 2, 5p6 ഇവിടെ 6 എണ്ണം. ഓക്കെ, അപ്പൊ Xenon നോക്കുമ്പോൾ Xenonന് എത്ര? 3 2 5 സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം. 5 സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം. സോ ബേസിക്കലി Xenon എന്ത് ചെയ്യും? 5 സിഗ്മ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇവനെ പിടിച്ച് എക്സൈറ്റ് ചെയ്യും. ഓക്കെ, 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യണം. ഇവനെയും പിടിച്ച് എക്സൈറ്റ് ചെയ്യും. യെസ് ആണോ? അപ്പൊ എത്രയായി? 1 2 3 4 ആയി. ഇവനെയും പിടിച്ച് എക്സൈറ്റ് ചെയ്യും. അപ്പൊ ബേസിക്കലി വരാൻ പോകുന്നത് ലോൺ പേഴ്സ് എത്രയാണ്? ലോൺ പേഴ്സ് 0. ബേസിക്കലി ഇവനെയും പിടിച്ച് എക്സൈറ്റ് ചെയ്യും. കാര്യം ഇവനെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ലോൺ പേഴ്സ് 0 ആണ്. സോ ബേസിക്കലി ഇവിടെ ഒരു ഇലക്ട്രോൺ. ഓക്കെ, ഇവിടെ 1 2 3. ഇവിടെ വരാൻ പോകുന്നത് എത്രയാണ്? 1 2 3 4 അല്ലേ? 1 2 3 4 എണ്ണം ഇവിടെ വരും. ഓക്കെ, ഇനി sp3d ഇവന്മാരെ വെച്ചിട്ട് ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യും. sp3d വെച്ചിട്ട് ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യും. ഓക്കെ, ഈ 3 എണ്ണം വെച്ചിട്ട് പൈ ബോണ്ട് ഫോം ചെയ്യും. യെസ് ഓ നോ? സോ ബേസിക്കലി XeO3F2യുടെ സ്ട്രക്ചർ നോക്കിയാൽ തന്നെ അറിയാം. ഇതായിരിക്കും സ്ട്രക്ചർ അല്ലെ? ഫ്ലൂറിൻ ഇവിടെ, ഇവിടെയും ഒരു ഫ്ലൂറിൻ. ഈ 3 പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് ഓക്സിജൻ ആയിട്ടായിരിക്കും. കാര്യം ഓക്സിജൻ ആണ് 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുക അല്ലേ? യെസ് ഓ നോ? സോ ബേസിക്കലി ഇവിടെ 3 d-pi p-pi ബോണ്ട് ഉണ്ടാവും. 3 d-pi p-pi. ഇത് ബേസിക്കലി d ഓർബിറ്റൽ ആണ്. യെസ് ഓ നോ? 3 d-pi p-pi ഓർബിറ്റൽസ് ഉണ്ടാവും. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ, ഗോട്ട് ഇറ്റ്. അപ്പൊ ഇതാണ് XeO3F2യുടെ സ്ട്രക്ചർ. പ്ലീസ് നോട്ട് ചെയ്യുക. സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും അതെങ്ങനെയാണ് ഫോം ചെയ്യണമെന്നും ഉള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഗോട്ട് ഇറ്റ്? ഫൈൻ. നെക്സ്റ്റ് എന്താണ്? സ്റ്റെറിക് നമ്പർ 5 തന്നെ വെക്കാം. Obviously hybridization sp3d ആയിരിക്കും.
നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 4 ആയിട്ട് എടുക്കാം, നമ്പർ ഓഫ് ലോൺ പെയർസ് 1 ആയിട്ട് എടുക്കാം. ഷേപ്പ് വരാൻ പോകുന്നത് എന്തായിരിക്കും? ഷേപ്പ് വരാൻ പോകുന്നത് സീസോസ് ഷേപ്പ് ആയിരിക്കും. ഷേപ്പ് വരാൻ പോകുന്നത് സീസോ ഷേപ്പ് ആയിരിക്കും അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് സീസോ ഷേപ്പ് അല്ലേ? 4+1 കോമ്പിനേഷനിൽ സീസോ ഷേപ്പ്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് എക്സാമ്പിൾ SF4 എടുക്കാം. എല്ലാവരും നോക്കുക. എൻ വാല്യൂ എന്താണ്? സൾഫറിന് 6, ഫ്ലൂറിന് 7, 7 × 4 28 34. സോ n/8 എടുക്കുകയാണെങ്കിൽ 34/8 വരാൻ പോകുന്ന എന്താണ്? 4 അല്ലേ? Q value will be equal to 4, R/2 value will be equal to 1. Q value will be equal to 4, R/2 value will be equal to 1. Number of sigma bonds 4, number of lone pairs 1. SF4 explanation എങ്ങനെയായിരിക്കും? സൾഫറിന്റെ കോൺഫിഗറേഷൻ 3s2 3p4 ആണ്. ഓക്കെ, 3s2 3p4 ആണ്. 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, 4 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, 4 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. സൾഫർ നോക്കുമ്പോൾ 4 ഫ്ലൂറിൻസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, 2 അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ബേസിക്കലി എന്ത് ചെയ്യും? സൾഫർ ഇവനെ എടുത്തങ്ങോട്ട് ചാടിക്കുമ്പോൾ നമുക്ക് ഒരു ലോൺ പെയർ ആയി 1 2 3 ഇവിടെയും ഒരു ഇലക്ട്രോണിനെ കിട്ടി. സോ ബേസിക്കലി 4 അൺപെയർഡ് ഇലക്ട്രോൺ കിട്ടി, ഒരു ലോൺ പെയർ ആയി. ഇത് തന്നെയാണ് സൾഫറിന് വേണ്ടത്. ഒരു ലോൺ പെയറും 4 സിഗ്മ ബോൺസും ആണ് വേണ്ടത്. ബേസിക്കലി ഇത് വെച്ചിട്ട് ഫോം ചെയ്യും. sp3d hybridization. Yes or no? Perfect or not? അടുത്ത ഏതാണ്? അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XeO2F2 എടുത്ത് നോക്കാം. XeO2F2 ഇതൊക്കെ നമ്മൾ ഇന്നലെ ചെയ്തതാണ്. നമ്മളിപ്പോൾ ഹൈബ്രിഡൈസേഷനും പൈ ബോണ്ടും കൂടി ജാതകത്തിൽ ഇൻക്ലൂഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ഹൈബ്രിഡൈസേഷനും പൈ ബോണ്ടും കൂടെ ജാതകത്തിൽ ഇൻക്ലൂഡ് ചെയ്തു, അതും കൂടി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കുകയാണ്. XeO2F2 എൻ വാല്യൂ എന്താണ്? എൻ വാല്യൂ വിൽ ബി ഈക്വൽ ടു Xയുടെ 8. ഓക്കെ, ഓക്സിജൻ 6 × 2 പ്ലസ് 7 × 2. ഓക്കെ, 14 പ്ലസ് 34 തന്നെ വരും അല്ലേ? സോ ബേസിക്കലി ദാറ്റ് ഈസ് ഈക്വൽ ടു 34. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 4, നമ്പർ ഓഫ് ലോൺ പെയർ 1. ഇനി സെനന്റെ കോൺഫിഗറേഷൻ എന്താണ്? 5s2 5p 5s2 5p6 അല്ലേ? 2 ഇലക്ട്രോൺ ഇവിടെ, 6 ഇലക്ട്രോൺ ഇവിടെ അല്ലേ? സെനൻ നോക്കുമ്പോൾ എന്താണ്? 4 സിഗ്മ ബോൺസ് ഫോം ചെയ്യണം, 4 സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം. പക്ഷേ ഇവൻ്റെ ഒറ്റ അൺപെയർഡ് ഇലക്ട്രോൺ പോലും ഇല്ല. അപ്പോൾ ഇവനെടുത്ത് എക്സൈറ്റ് ചെയ്യുക, 2 അൺപെയർഡ് ഇലക്ട്രോണായി. ഇവനെടുത്ത് എക്സൈറ്റ് ചെയ്യുക, 2 അൺപെയർഡ് ഇലക്ട്രോണായി അല്ലെ? രണ്ടും കൂടി മൊത്തത്തിൽ 4 അൺപെയർഡ് ഇലക്ട്രോണായി എക്സൈറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ സെനൻ നോക്കുമ്പോൾ ആകെ ഒറ്റ ലോൺ പെയറേ ഉള്ളൂ. എനിക്കിപ്പോൾ 2 ലോൺ പെയർ ഉണ്ട്. അപ്പൊ ഇവനെയും കൂടി എക്സൈറ്റ് ചെയ്യിപ്പിക്കുക. സോ ബേസിക്കലി എന്ത് പറ്റും? ഇവിടെ 3 ഇലക്ട്രോണായി. ഓക്കെ, ഇവിടെ 1 2 3 4 ഇവിടെ 3 ഇലക്ട്രോണായി. sp3d ഇവനായിട്ട് ഫോം ചെയ്യും. ബാക്കിയുള്ള 2 എണ്ണം വെച്ചിട്ട് പൈ ബോണ്ട് ആയിരിക്കും. sp3d ഇവനായിട്ട് ഫോം ചെയ്യും. ബാക്കിയുള്ള 2 എണ്ണം വെച്ചിട്ട് പൈ ബോണ്ട് ആയിരിക്കും. സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്ലൂറിൻ ആക്സിലിൽ വരണം. ഓക്കെ, ലോൺ പെയർ ഇക്വിറ്റോറിയലിൽ വരണം. ബാക്കിയുള്ളത് ഇവിടെ കൊണ്ടുവന്നിടുക. യെസ് ഓർ നോ? സീസോ ഷേപ്പ്. നോക്കുക, 2 പൈ ബോണ്ട്, ഈ 2 എണ്ണം. അപ്പൊ എത്ര ഡി പൈ ബോൺസ് ഉണ്ട്? 2 ഡി പൈ ബോൺസ് ഉണ്ട്. ഈ ഡി ഓർബിറ്റിൽ ഓക്സിജനായിട്ട് ഒരു പൈ ബോണ്ട്, അപ്പൊ ഡി പൈ ആയി 1. ഈ ഇലക്ട്രോണും ഓക്സിജനായിട്ട് ഒരു പൈ ബോണ്ട്, അപ്പൊ വേറെ ഡി പൈ ആയി. SF4ന്റെ സ്ട്രക്ചർ എന്താണ്? SF4ന്റെ സ്ട്രക്ചർ അത് തന്നെ. ഒരു ലോൺ പെയർ, ഫ്ലൂറിൻ ഇവിടെ ഒരു ഫ്ലൂറിൻ, സീസോ സ്ട്രക്ചർ. യെസ് ഓർ നോ? മനസ്സിലായോ മക്കളെ? നെക്സ്റ്റ് എന്താണ് മക്കളെ? സ്റ്റെറിക് നമ്പർ ഇത്ര 5 തന്നെ വെക്കാം. ഓക്കെ, sp3d സ്റ്റെറിക് നമ്പർ 5 sp3d. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് എത്രയാ? നമ്പർ ഓഫ് സിഗ്മ ബോൺസ് നമുക്ക് 3 ആയിട്ട് ഇടാം. നമ്പർ ഓഫ് ലോൺ പെയർസ് എത്രയാ? നമ്പർ ഓഫ് ലോൺ പെയർസ് 2 ആയിട്ട് ഇടാം.
നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 3, നമ്പർ ഓഫ് ലോൺ പെയർസ് 2. എന്തായിരിക്കും ഷേപ്പ് വരാൻ പോകുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്? എന്തായിരിക്കും ഷേപ്പ് വരാൻ പോകുന്നത് മൈ ഡിയർ ചാമ്പ്യൻസ്? ടി ഷേപ്പ്. ടി ഷേപ്പ് ആണ് വരാൻ പോകുന്നത്. ടി ഷേപ്പ് ആണ് വരാൻ പോകുന്നത്. ടി ഷേപ്പ് ആണ് വരാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ കണ്ടേ ഉള്ളൂ അല്ലേ? എക്സാമ്പിൾ എന്താണ്? ClF3 അല്ലെങ്കിൽ BrF3. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. N വാല്യൂ എത്രയാണ്? ക്ലോറിൻ 7, ഓക്കെ, പ്ലസ് ഫ്ലൂറിൻ എത്രയാണ്? 7 തന്നെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 21, 28. സോ N/8 എടുക്കുകയാണ്. N/8 എടുത്തു കഴിഞ്ഞാൽ Q വാല്യൂ കിട്ടാൻ പോകുന്നത് 4, R/2 കിട്ടാൻ പോകുന്നത് 2 അല്ല, Q വാല്യൂ കിട്ടാൻ പോകുന്നത് 3. ഓക്കെ, കോഷ്യന്റ് വരാൻ പോകുന്നത് 3 അല്ലേ? 28 ഡിവൈഡഡ് ബൈ 8, കോഷ്യന്റ് കിട്ടാൻ പോകുന്നത് 3. ഓക്കെ, R/2 കിട്ടാൻ പോകുന്നത് 2. യെസ് ഓർ നോ? ഫൈൻ. നിങ്ങൾക്കറിയാം ടി ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ടി ഷേപ്പ് എങ്ങനെയായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? ലോൺ പെയറിനെ കൊണ്ടുവന്നിട്ട് ഇക്വിറ്റോറിയൽ ഇടണം. ബാക്കി 3 എണ്ണം ഇങ്ങനെ വരും. ഓക്കെ, ബാക്കി 3 എണ്ണം ഇങ്ങനെ വരും. പെർഫെക്റ്റ്. ഗോട്ട് ഇറ്റ്. BrF3യും അതേ ഷേപ്പ് തന്നെയായിരിക്കും. BrF3ക്കും അതേ ഷേപ്പ് തന്നെയായിരിക്കും. ഗോട്ട് ഇറ്റ്. അതൊരു എക്സാമ്പിൾ. വേറെ എക്സാമ്പിൾ എന്താണ്? XeOF2. N വാല്യൂ എന്താണ്? Xenon 8, ഓക്സിജൻ എത്ര? 6, 7 into 2, ഫ്ലൂറിൻ 2 ഉണ്ട്, 14, 20, 28. ഓക്കെ, അപ്പൊ സെയിം നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 3, നമ്പർ ഓഫ് ലോൺ പെയർസ് 2. Xenonന്റെ കോൺഫിഗറേഷൻ എന്താണ്? 5s2 5p6. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ഇലക്ട്രോൺ ഇവിടെ, 6 ഇലക്ട്രോൺ ഇവിടെ, ഓക്കെ, 6 ഇലക്ട്രോൺ ഇവിടെ. ഓക്കെ, d ഓർബിറ്റൽസ് വേക്കന്റ് ആണ്. Xenon നോക്കുമ്പോൾ 3 സിഗ്മ ബോൺസ് ഫോം ചെയ്യണം. ഇവനെടുത്ത് എക്സൈറ്റ് ചെയ്തു. അപ്പൊ 4 അൺപെയർഡ് ഇലക്ട്രോൺ ആയി ഓൾറെഡി. Xenon നോക്കുമ്പോൾ 2 ലോൺ പെയർ വേണം. അപ്പൊ ഇവന്മാർ രണ്ടുപേരും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. സോ ബേസിക്കലി ഈ 2 ലോൺ പെയറും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ, ബാക്കിയുള്ളത് ഇവിടെ 2 ഇലക്ട്രോൺസ്. ഓക്കെ, സോ ബേസിക്കലി എല്ലാവരും നോക്കുക. 2 ലോൺ പെയർ sp3d. ഓക്കെ, ഈ ഒരുത്തം വെച്ചിട്ട് ഇവനെ വെച്ചിട്ട് ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. sp3d ഈ ബാക്കിയുള്ള ഒരുത്തനെ വെച്ചിട്ട് പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. സോ ബേസിക്കലി Xc. ഓക്കെ, 2 ലോൺ പെയർ വരാൻ പോകുന്നത് ഇവിടെയായിരിക്കും. പിന്നെ ഉള്ളത് ഒരു ഓക്സിജൻ ഇവിടെ വരും, ഫ്ലൂറിൻ ഇവിടെ വരും, ഇവിടെയും ഒരു ഫ്ലൂറിൻ വരും. കഴിഞ്ഞു. അപ്പൊ എത്ര d പൈ p പൈ ബോണ്ട് ഉണ്ട്? ഒരു d പൈ p പൈ ബോണ്ട് ഉണ്ട്. യെസ് ഓർ നോ? മനസ്സിലായോ? ഗോട്ട് ഇറ്റ്. ഫൈൻ. അടുത്തത് എന്താണ്? സ്റ്റെറിക് നമ്പർ. സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 5 തന്നെ. sp3d വെക്കാം. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 2, നമ്പർ ഓഫ് ലോൺ പെയർ ഇസ് ഈക്വൽ ടു 3. നമ്മൾ ബേസിക്കലി ഇന്ന് ചെയ്തതാണ്. വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവിടേക്ക് എത്തി. അവിടെ തന്നെ എത്തി അല്ലേ? ബേസിക്കലി ഷേപ്പ് വരാൻ പോകുന്നത് എന്താണ്? ലീനിയർ ആണ്. എക്സാമ്പിൾസ് എന്താണ്? ഞാൻ ഇന്ന് കാണിച്ചുള്ളൂ മൈ ഡിയർ സ്റ്റുഡൻസ്. ICl2 മൈനസ് അല്ലെങ്കിൽ I3 മൈനസ്. പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്? XeF2. യെസ് ഓർ നോ? XeF2 ഞാൻ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. 5s2 5p6. ഓക്കെ, 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട് 5s-ൽ, 6 ഇലക്ട്രോൺ 5p-ലുണ്ട്. ഓക്കെ, d ഓർബിറ്റൽസ് വേക്കന്റ് ആണ്. ഓക്കെ, സോ ബേസിക്കലി Xക്ക് 2 സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം. ഇവനെ എടുത്ത് ഇങ്ങോട്ട് ഇടുന്നു. ഓക്കെ, 2 അൺപെയർഡ് ഇലക്ട്രോൺസ് മതി Xക്ക്. 3 Q വാല്യൂ നോക്കി കഴിഞ്ഞാൽ എത്രയാണ്? Q വാല്യൂ വരാൻ പോകുന്നത് 2 ആയിരിക്കും. R/2 വരാൻ പോകുന്നത് 3 ആയിരിക്കും. ഒബ്വിയസ്ലി ബേസിക്കലി നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്, നമ്പർ ഓഫ് ലോൺ പെയർസും അല്ലേ? Xenonന്റെ എത്ര? 8. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 8. ഫ്ലൂറിന്റെ 7 into 2. സോ ബേസിക്കലി 14, 22. 22 ഡിവൈഡഡ് ബൈ 8. 22 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ Q വാല്യൂ വരാൻ പോകുന്നത് 2,
അല്ലേ? 22 ഡിവൈഡഡ് ബൈ 8. ചിലപ്പോൾ മാത്സും മറന്നു പോകണം മക്കളെ. 2 16 അല്ലേ? 6 6/3. യാ, 6 വരാൻ പോകുന്ന റിമൈൻഡർ 6 ആണ്. 6/2 is equal to 3. 3 ലോൺ പേഴ്സ് 2 സിഗ്മ ബോൺസ്. ഓക്കെ, സോ ബേസിക്കലി ഈ 3 ലോൺ പേഴ്സിനെ അങ്ങനെ തന്നെ വെക്കുക. ഒരെണ്ണത്തിന് എക്സൈറ്റ് ചെയ്യിപ്പിക്കുക, ഒരെണ്ണത്തിന് എക്സൈറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഒരെണ്ണം ഇവിടെ ഉണ്ടാവും. സോ SP3D, SP3D അതിൽ 3 എണ്ണത്തിൽ ലോൺ പെയർ ആയിരിക്കും. ഓക്കെ, സോ ഈ ലോൺ പെയർസ് എവിടെയാണ് വരാൻ പോകുന്നത്? ഈക്വറ്റോറിയൽ പൊസിഷനിൽ. ലോൺ പെയർസ് വിൽ ബി ഇൻ ഈക്വറ്റോറിയൽ പൊസിഷൻ. ബാക്കി 2 എണ്ണം ആക്സിയൽ. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ മൈ ഡിയർ സ്റ്റുഡൻസ്? ICl2 മൈനസിനും I3 മൈനസിനും നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാം. ICl2 മൈനസിനും I3 മൈനസിനും നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാം. യെസ് ഓർ നോ? ഫൈൻ. സോ അടുത്തത് നമുക്ക് SP3D2 പിടിക്കാം. ഓക്കെ, SP3D2 എന്ന് പറയുമ്പോൾ സ്റ്റെറിക് നമ്പർ എത്രയാണ്? സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 6 അല്ലേ? അതിലെ ഫസ്റ്റ് കോമ്പിനേഷൻ എന്താണ്? നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 6, നമ്പർ ഓഫ് ലോൺ പേഴ്സ് ഇസ് ഈക്വൽ ടു 0. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 6, നമ്പർ ഓഫ് ലോൺ പേഴ്സ് ഇസ് ഈക്വൽ ടു 0. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? SF6. ഓക്കെ, സെക്കൻഡ് വൺ XCO2F4 അല്ലേ? നമ്മൾ ഇന്ന് ചെയ്തോളൂ മൈ ഡിയർ സ്റ്റുഡൻസ്. അല്ലെങ്കിൽ മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XCO6-4-. ഇതിന്റെ എല്ലാത്തിന്റെയും n വാല്യൂ നോക്കുക. ഇപ്പൊ ഞാൻ XCO2F4 നോക്കാം. n is equal to സെനന്റെ എത്രയാണ്? 8, ഓക്സിജന്റെ 2 into 6 plus 4 into 7. So that is equal to 12, 20 plus 28, 48 ആണ്. ഓക്കെ, അപ്പൊ n/8 ചെയ്യുമ്പോൾ Q വാല്യൂ is equal to 6 കിട്ടും, R/2 is equal to 0 കിട്ടും. ഇതിന്റെ എല്ലാത്തിന്റെയും അത് തന്നെയായിരിക്കും. Q വാല്യൂ is equal to 6, R/2 is equal to 0. Yes or no? Fine. XCO2F4 സ്ട്രക്ചർ വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, 2 d-pi p-pi ബോൺസ് ഉണ്ടാവും. യെസ് ഓർ നോ? ഫൈൻ. ഞാൻ ആ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. കാര്യം ഇത് നമ്മൾ ഓൾറെഡി കുറേ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. സെയിം മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ആ ബോക്സ് വരച്ചിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുക. എത്ര അൺപെയർഡ് ഇലക്ട്രോൺ വേണം അതേപോലെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക. എത്ര ലോൺ പെയർ വേണം അത് അങ്ങനെ തന്നെ നിർത്തുക. എന്നിട്ട് ഹൈബ്രിഡൈസേഷൻ നോക്കുക. അപ്പോൾ എത്ര d-pi p-pi ബോൺസ് ഉണ്ട്, എത്ര പൈ ബോൺസ് ഉണ്ട് എന്നൊക്കെ കിട്ടും. ഗോട്ട് ഇറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്? അതേപോലെ തന്നെ XCO2F4 ചെയ്യാം, XCO6-4- ചെയ്യാം, SF6-ൻ്റെയും ചെയ്യാം. യെസ് ഓർ നോ? പെർഫെക്റ്റ് നോട്ട്? ഫൈൻ. അടുത്ത എന്താണ്? സ്റ്റെറിക് നമ്പർ is equal to 6. SP3D2 hybridization തന്നെ. ഓക്കെ, പക്ഷേ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് നമ്മൾ എത്രയാണ് വയ്ക്കാൻ പോകുന്നത്? നമ്പർ ഓഫ് സിഗ്മ ബോൺസ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് 4. നമ്പർ ഓഫ് ലോൺ പേഴ്സ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് 2. അല്ല 5ഉം 1 അല്ല, 5ഉം 1 ചെയ്തിട്ടില്ലല്ലോ. 5ഉം 1 6ഉം 0ഉം ചെയ്തു. അപ്പോൾ 5ഉം 1ഉം ചെയ്യണം അല്ലേ? അഞ്ചും 1. യെസ് ഓർ നോ? ഏതൊക്കെയാണ് സ്ട്രക്ചേഴ്സ് വരുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്? ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? നമ്മൾ ഇന്ന് ചെയ്തേ ഉള്ളൂ. ഷേപ്പ് എന്താണോ? ഞാൻ നേരത്തെ ഷേപ്പ് എഴുതിയില്ല ഇവിടെ. ഇതിന്റെ ഷേപ്പ് എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇതിന്റെ ഷേപ്പ് ഒക്ടാഹെഡ്രൽ ആണ് അല്ലേ? ഇതിന്റെ ഷേപ്പ് വരാൻ പോകുന്നത് ഒക്ടാഹെഡ്രൽ ആണ്. ഒക്ടാഹെഡ്രൽ. ഇവിടെ ഷേപ്പ് വരാൻ പോകുന്നത് എന്താണ്? ഇവിടെ ഷേപ്പ് വരാൻ പോകുന്നത് സ്ക്വയർ പിരമിഡൽ അല്ലേ? സ്ക്വയർ പിരമിഡൽ. യെസ് ഓർ നോ?
എക്സാമ്പിൾ എന്തൊക്കെയാണ് മൈ ഡിയർ ചാമ്പ്യൻസ്? എക്സാമ്പിൾ നമ്മളിന്ന് ചെയ്തേ ഉള്ളൂ. എല്ലാവരും നോക്കുക മൈ ഡിയർ ചാമ്പ്യൻസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മളിന്ന് ചെയ്തേ ഉള്ളൂ അല്ലേ? 5+1 കോമ്പിനേഷൻ ഏതൊക്കെയാണ്? IF5 വരും, XCF5+ വരും അല്ലേ? IF5 വരും, XCF5+ വരും. ഓക്കെ, ദീസ് ആർ ദി എക്സാമ്പിൾസ്. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp3d2 ആയിരിക്കും. ഷേപ്പ് വരാൻ പോകുന്നത് സ്ക്വയർ പിരമിഡലായിരിക്കും. ഒരു ലോൺ പെയർ ഉണ്ട്, 5 സിഗ്മ ബോൺസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ചെയ്തതാണിത്. യെസ് ഓ നോ? പെർഫെക്റ്റ്, ഗോട്ട് ഇറ്റ്. അതേപോലെ തന്നെ ഫൈനലി സ്റ്റെറിക് നമ്പർ ആറായിട്ട് വയ്ക്കാം. sp3d2 ഹൈബ്രിഡൈസേഷൻ വെക്കുന്നു. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 4 വെക്കുന്നു. നമ്പർ ഓഫ് ലോൺ പെയർസ് 2 വെക്കുന്നു. ഷേപ്പ് വരുന്നത് എന്തായിരിക്കും? സ്ക്വയർ പ്ലേനാർ ആണ് ഷേപ്പ് വരുന്നത്. സ്ക്വയർ പ്ലേനാർ ആണ് ഷേപ്പ് വരുന്നത് അല്ല? യെസ് ഓ നോ? ഏതൊക്കെയാണ് എക്സാമ്പിൾസ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഏതൊക്കെയാണ് എക്സാമ്പിൾസ് മൈ ഡിയർ സ്റ്റുഡൻസ്? XCF4, രണ്ടാമത്തത് ICL4-. ഓക്കെ, ഫൈൻ. സിമ്പിളായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം വെറുതെ. n വാല്യൂ എത്രയാണ്? സെനൻ്റെ 8, ഫ്ലൂറിൻ്റെ 4, 4 × 7. ഓക്കെ, സോറി, ഫ്ലൂറിൻ്റെ 7, 4 ഫ്ലൂറിനുണ്ട്. സോ 28, 36. സോ n/8 എന്താണ് വരാൻ പോകുന്നത്? Q വാല്യൂ വരാൻ പോകുന്നത് 36/8 അല്ലേ? 4 ആണ് വരാൻ പോകുന്നത്. R/2 വരാൻ പോകുന്നത് 2. കാർഡ് ഇനി ബോക്സസ് വരച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ മൈ ഡിയർ ചാമ്പ്യൻസ്. ഫൈൻ, ഗോട്ട് ഇറ്റ്. ഫൈനലി എല്ലാവരും നോക്കുക. ഫൈനലി ഞാൻ ഇവിടെ തന്നെ വേണമെങ്കിൽ മറ്റേതും കൂടി എഴുതാം. ഓക്കെ, ഫൈനലി വരാൻ പോകുന്ന ഏതാണ് മൈ ഡിയർ ചാമ്പ്യൻസ്? sp3d3 അല്ലേ? sp3d3 എന്ന് പറയുമ്പോൾ സ്റ്റെറിക് നമ്പർ എത്രയാണ്? സ്റ്റെറിക് നമ്പർ is equal to 7. വരാൻ പോകുന്ന കോമ്പിനേഷൻ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് is equal to 7. നമ്പർ ഓഫ് ലോൺ പെയർസ് is equal to 0. എക്സാമ്പിൾ ഏതാണ്? IF7. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾസ് IF7 ആണ്. യെസ് ഓ നോ? ഫൈൻ. അതേപോലെ തന്നെ അടുത്ത കോമ്പിനേഷൻ എന്താണ്? നമ്പർ ഓഫ് സിഗ്മ ബോൺസ് is equal to 6. നമ്പർ ഓഫ് ലോൺ പെയർസ് is equal to 1. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് is equal to 6. നമ്പർ ഓഫ് ലോൺ പെയർസ് is equal to 1. എക്സാമ്പിൾ ഏതാണ് വരാൻ പോകുന്നത്? നമ്മളിന്ന് ചെയ്തുള്ളൂ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ XCF6 അല്ലേ? XCF6 അല്ലെങ്കിൽ ICL6-. ഇവിടെ വരാൻ പോകുന്ന ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആണ്. ഇവിടെ വരാൻ പോകുന്ന ഷേപ്പ് പെൻറ്റഗണൽ ബൈപിരമിഡൽ ആണ്. പെൻറ്റഗണൽ ബൈപിരമിഡൽ. sp3d3 ഒരു കോമ്പിനേഷൻ കൂടി ഉണ്ട്. ഏതാണ്? 5+2 കോമ്പിനേഷൻ. ഓക്കെ, 5+2 കോമ്പിനേഷൻ പെൻറ്റഗണൽ പ്ലെയിനാർ അല്ലേ? നമ്പർ ഓഫ് സിഗ്മ ബോൺസ് is equal to 5. നമ്പർ ഓഫ് ലോൺ പെയർസ് is equal to 2. ഓക്കെ, വരാൻ പോകുന്ന ഷേപ്പ് പെൻറ്റഗണൽ പ്ലേനാർ. വരാൻ പോകുന്ന ഷേപ്പ് ഏതാണ്? പെൻറ്റഗണൽ പ്ലേനാർ. എക്സാമ്പിൾ ഏതാണ്? XCF5-. നമ്മളിന്ന് കണ്ടുള്ളൂ XCF5-. സോ ബേസിക്കലി നമ്മൾ എല്ലാ മോളിക്യൂൾസും ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയും എക്സാമ്പിൾസ് വേണമെങ്കിൽ എനിക്ക് തരാം കേട്ടോ. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റെറിക് നമ്പർ 2 നിന്ന് തുടങ്ങിയതാണ് അല്ലേ? സ്റ്റെറിക് നമ്പർ 2 നിന്ന് തുടങ്ങി എല്ലാ കോമ്പിനേഷനും നമ്മൾ നോക്കി. ഓക്കെ, എല്ലാ എക്സാമ്പിൾസും പൈ ബോൺസ് എങ്ങനെയാണ്? നമ്പർ ഓഫ് സിഗ്മ ബോൺസ്, നമ്പർ ഓഫ് ലോൺ പെയർസ്, നമ്പർ ഓഫ് പൈ ബോൺസ്, ഡി പൈ പി പൈ എത്ര, ഷേപ്പ് എന്താണ്, അറേഞ്ച്മെന്റ് എന്താണ്, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഗോട്ട് ഇറ്റ്? ഫൈൻ. എനിക്ക് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് തരാനുണ്ട്, ആസ് ഇൻ കുറച്ച് ഹോംവർക്ക് തരാനുണ്ട്. ഹോംവർക്ക് ഇഷ്ടപ്പെട്ടവർ ചെയ്യുക. ഓക്കെ, എല്ലാവരും നോക്കുക. കുറച്ച് സിമ്പിൾ എക്സാമ്പിൾസ്. SO4 2-. Find number of sigma bonds, number of lone pairs, okay, number of pi bonds, okay, hybridization endana, okay, shape endana. അതേപോലെ തന്നെ CO3 2- ഉണ്ട്, PO4 3- ഉണ്ട്,
ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. PO4 3- CO2 CO2യുടെ ഓക്കെ സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. ഞാൻ ചെയ്ത പോലെ ചെയ്യുക. ഓക്കെ കംപ്ലീറ്റ് ജാതകം എടുക്കാൻ നോക്കുക. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്. സോ ഇതോടുകൂടി നമ്മൾ VSEPRും ഹൈബ്രിഡൈസേഷനും കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി കമ്പാരിസൺസ്, ബോണ്ട് ആംഗിൾ തമ്മിലുള്ള കമ്പാരിസൺസ്, ഓക്കെ പിന്നെ ഡൈപോൾ മൊമെൻറ്റ് ഇതിലേക്കൊക്കെ കിടക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിലേക്കും കിടക്കുന്നതാണ്. സോ പ്ലീസ് ഡോണ്ട് മിസ് ദ ക്ലാസ്. I'll see you guys. Bye bye.